ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫിസിക്സിൽ +2 നമ്മൾ കാണുന്ന ആദ്യത്തെ 2 ചാപ്റ്ററിന് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയും. അതിലൊന്നാമത്തത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് എന്താണ് ചാർജ്, എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമുക്ക് സ്റ്റാറ്റിക് ചാർജ് എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ചിലപ്പോൾ വാട്ട് ആർ സ്റ്റാറ്റിക് ചാർജസ്, ആ രീതിയിൽ നമുക്ക് അതിന് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. സ്റ്റാറ്റിക് ചാർജ് എന്ന് പറയുമ്പോൾ ചാർജ് റെസ്റ്റിലാണ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ടൈം കടന്നു പോകും തോറും മാറുന്നില്ല. അത് മാത്രമല്ല അതെന്തിലാണ്, റെസ്റ്റിലാണ്. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളതിൽ പഠിക്കുന്നത് തന്നെ റെസ്റ്റിലുള്ള ചാർജിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ ചാർജ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലുള്ള ചാർജിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ആര്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ചാർജിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ പല സമയത്ത് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ടി വി ഒക്കെ ഓണാക്കി കഴിഞ്ഞാൽ അതിന് മുകളിൽ നമ്മളൊരു ഒരു ക്ലോത്ത് വല്ലതും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയോ ഒരു ക്രാക്ലിംഗ് സൗണ്ട് കേൾക്കും. അത് ഡിസ്ചാർജിങ് ആണ്, ചാർജ് ഫ്ലോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്റ്റാറ്റിക് ചാർജിനെ കുറിച്ചുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നിത്യജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് സ്റ്റാറ്റിക് ചാർജ് എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് എന്താണെന്ന് മനസ്സിലായാൽ ചാർജുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയലാണ്. ഇപ്പോൾ ഒരു മെറ്റീരിയൽ, ഒരു ഒബ്ജക്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടിയാണ് മാസ് എന്ന് പറയുന്നത്. മാറ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ് മാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മാറ്ററിൻ്റെ മറ്റൊരു ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടിയാണ് ആര്, ചാർജ്. അപ്പോൾ നമുക്ക് ചാർജിനെ കുറിച്ച് ആദ്യം എന്ത് പറയാം, ഇലക്ട്രിക് ചാർജ് ഈസ് എ ബേസിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ പാർട്ടിക്കിൾ ജസ്റ്റ് ആസ് ഇറ്റ്സ് മാസ് പോലെ തന്നെ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് ആര്, ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചാർജ് 2 വിധമുണ്ട്. ഒന്ന് പോസിറ്റീവ്, മറ്റൊന്ന് നെഗറ്റീവ്. ഹൗ മെനി ടൈപ്സ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ആർ ദർ? 2 വിധമാണ്. ഒന്നാര പോസിറ്റീവ്, അടുത്തത് നെഗറ്റീവാണ്. മാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈപ്പേ ഉള്ളൂ. അവിടെ പോസിറ്റീവ് മാസ് എന്നോ നെഗറ്റീവ് മാസ് എന്നോ ഇല്ല. അപ്പോൾ ചാർജ് 2 വിധമുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇനി നമ്മുടെ NCERT-യിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള തരത്തിൽ 2 എണ്ണം ഉണ്ടെന്ന് കാണിക്കാൻ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ എക്സ്പെരിമെൻ്റ് ടു ഷോ ദർ ആർ 2 ടൈപ്സ് ഓഫ് ചാർജസ്, അതാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, ഈ പിക്ചർ കാണുന്നുണ്ടാവും. ഇങ്ങനെ ഒരു പിക്ചർ ഉണ്ട് നമ്മൾ NCERT-യിൽ. ഒരു സിൽക്ക് ത്രെഡിൽ നിന്ന് എന്തോ ഒന്ന് ഹാങ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അത് ഹാങ് ചെയ്തിട്ടുള്ളത് ഏതിലാണ്, സിൽക്ക് ത്രെഡിലാണ്. അപ്പോൾ നമ്മൾ ആ സിൽക്ക് ത്രെഡിൽ വെക്കുന്ന ഒബ്ജക്റ്റിന് ചാർജ് ഉണ്ടാവും. ആ ചാർജ് ലീക്ക് ചെയ്ത് പോവാതിരിക്കാനാണ് സിൽക്ക് ത്രെഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, ഒരു ഗ്ലാസ് റോഡ് ഉണ്ട്. 2 ഗ്ലാസ് റോഡ് എടുക്കുക, ഇത് രണ്ടും റബ്ബ് ചെയ്യുക. ഈ ഗ്ലാസ് റോഡ് രണ്ടും റബ്ബ് ചെയ്തിട്ട് ഒരാളെ ഈ സിൽക്ക് ത്രെഡിൽ നമ്മൾ ഹാങ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് റോഡുകൾ തമ്മിലല്ല, നമ്മൾ ഗ്ലാസ് റോഡും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് റോഡും ഉണ്ട് നമ്മളെ കയ്യിൽ. ഈ ഗ്ലാസ് റോഡും പ്ലാസ്റ്റിക്കുമായിട്ട് റബ്ബ് ചെയ്യുക. 2 ഗ്ലാസ് റോഡ് തമ്മിലല്ല, നമ്മൾ ആരൊക്കെയാണ്, ഗ്ലാസ് റോഡും പ്ലാസ്റ്റിക്കും തമ്മിൽ റബ്ബ് ചെയ്തു. അങ്ങനെ വേറെ ആ പ്ലാസ്റ്റിക് വേറെ ഒരു പ്ലാസ്റ്റിക് റോഡുമായിട്ട്, ഒരു ഗ്ലാസ് റോഡുമായിട്ട് എന്ത് ചെയ്തു, റബ്ബ് ചെയ്തു. അപ്പോൾ പ്ലാസ്റ്റിക്കുമായി റബ്ബ് ചെയ്ത 2 ഗ്ലാസ് റോഡ് ഉണ്ട് അല്ലേ. അതിൽ ഒരു ഗ്ലാസ് റോഡ് നമ്മൾ ഹാങ് ചെയ്ത് വെച്ചു, വേറൊരു ഗ്ലാസ് റോഡും കൂടെ കയ്യിലുണ്ടല്ലോ. ഇത് നമ്മൾ ആ ഗ്ലാസ് റോഡിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഇത് റിപ്പൽ ചെയ്യുന്നതായിട്ട് കാണാം. എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യുന്നതായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഗ്ലാസ് റോഡിനെ പ്ലാസ്റ്റിക്കുമായിട്ട് റബ്ബ് ചെയ്തപ്പോൾ ഗ്ലാസ്സിന് കിട്ടിയത് പോസിറ്റീവ് ചാർജാണ്. അത് നമുക്ക് പിന്നീട് മനസ്സിലാവുന്നതാണ്. പോസിറ്റീവ് ചാർജ്, ഏതോ ഒരു ചാർജ് കിട്ടി, അത് നമുക്ക് പിന്നീട് മനസ്സിലാവും പോസിറ്റീവ് ആണെന്ന്.
അപ്പോൾ ആ പോസിറ്റീവ് ചാർജാണ് ഗ്ലാസ് റോഡിന് കിട്ടിയത്, തൊട്ടടുത്ത ഗ്ലാസ് റോഡിനും പോസിറ്റീവ് ചാർജ് തന്നെയാണ് കിട്ടിയത്. ഇത് രണ്ടും അടുത്ത് കൊണ്ടുവന്നപ്പോൾ പോസിറ്റീവും റിപ്പൽ ചെയ്യുന്നതായിട്ട് കണ്ടു. ഇനി റബ്ബ് ചെയ്ത ഗ്ലാസ് റോഡുമായിട്ട് റബ്ബ് ചെയ്ത 2 പ്ലാസ്റ്റിക് റോഡ് എടുക്കുക. അപ്പോൾ ഗ്ലാസ്സിന് പോസിറ്റീവ് ആണെങ്കിൽ പ്ലാസ്റ്റിക്കിന് കിട്ടിയത് നെഗറ്റീവാണ്. അങ്ങനെ ആ സിൽക്ക് ത്രെഡിൽ പ്ലാസ്റ്റിക് റോഡ് വെച്ചു. മറ്റൊരു പ്ലാസ്റ്റിക് റോഡിനെ നമ്മൾ ഇൻസുലേറ്റിംഗ് ആയിട്ട്, അതെന്താണെന്നൊക്കെ നമ്മൾ പറയും, അടുത്ത് കൊണ്ടുവന്നപ്പോൾ അതും റിപ്പൽ ചെയ്യുന്നത് കണ്ടു. എന്ന് പറഞ്ഞാൽ നെഗറ്റീവും റിപ്പൽ ചെയ്യുന്നു. ഇങ്ങനെ റബ്ബ് ചെയ്ത ഒരു ഗ്ലാസ് റോഡും ഒരു പ്ലാസ്റ്റിക് റോഡും വെച്ച സമയത്ത് ഇത് അട്രാക്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. എന്ന് പറഞ്ഞാൽ പോസിറ്റീവും അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ ഇതാണ്: നെഗറ്റീവും റിപ്പൽ ചെയ്യും, പോസിറ്റീവും റിപ്പൽ ചെയ്യും, നെഗറ്റീവും അട്രാക്ട് ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് അതിന് കൺക്ലൂഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു എക്സ്പെരിമെൻ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ചാർജ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്ന്, ചാർജ് ഈസ് എ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. അടുത്തത് 2 ടൈപ്സ് ഓഫ് ചാർജസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇങ്ങനെ 2 ടൈപ്പ് ഉണ്ടെന്ന് കാണിക്കാൻ ഒരു എക്സ്പെരിമെൻ്റ് നമ്മൾ നടത്തി അല്ലേ? ഗ്ലാസും പ്ലാസ്റ്റിക്കും ഒക്കെ റബ്ബ് ചെയ്തിട്ട് 2 ഗ്ലാസ് റോഡുകളെ നോക്കി ആദ്യം, പിന്നെ 2 പ്ലാസ്റ്റിക് റോഡുകളെ നോക്കി, പിന്നെ ഒരു പ്ലാസ്റ്റിക്കും ഒരു ഗ്ലാസ് റോഡും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ 2 പോസിറ്റീവ് ചാർജുകൾ റിപ്പൽ ചെയ്യുന്നതായിട്ടും 2 നെഗറ്റീവ് ചാർജുകളും റിപ്പൽ ചെയ്യുന്നതായിട്ടും, എന്നാൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യുന്നതായിട്ടും കണ്ടു. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മൾ അടുത്തൊരു കാര്യം നോക്കുകയാണ്. ഒരു 8ാമത്തെ ഒരു ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഞാനത് ക്വസ്റ്റ്യനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു പോവാണ്. എന്താണ് ന്യൂട്രൽ ബോഡി? ചാർജ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ന്യൂട്രൽ ബോഡി ചാർജ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിനകത്ത് ഈക്വൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് എന്നാണ് അർത്ഥം, അല്ലാതെ ചാർജ് ഇല്ലാതിരിക്കുന്നില്ല. അപ്പോൾ ന്യൂട്രൽ ബോഡിയെ കുറിച്ചാണ് അടുത്ത് പറഞ്ഞത്. ഈക്വൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് എന്നാണ് അതിനർത്ഥം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ചാർജിൻ്റെ SI യൂണിറ്റ് ആരാണെന്ന്. ചാർജിൻ്റെ SI യൂണിറ്റ് ആണ് കൂളംബ്. ക്യാപിറ്റൽ C ആണ് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ എന്തും കിട്ടി? യൂണിറ്റും കിട്ടി. അപ്പോൾ ഒരു 1 കൂളംബ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ ചാർജാണ്. അപ്പോൾ നമുക്ക് വരുന്ന ചാർജുകളൊക്കെ ക്വസ്റ്റ്യനിലൊക്കെ വളരെ ചെറിയ ചാർജുകളാവാം. മില്ലി കൂളംബ് 10⁻³ കൂളംബ് എന്ന് എഴുതാം അല്ലേ? മൈക്രോ കൂളംബ് എന്ന് പറഞ്ഞാൽ 10⁻⁻6 കൂളംബ് എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? ഇലക്ട്രിക് ചാർജിൻ്റെ SI യൂണിറ്റ് വരുന്നത്. SI യൂണിറ്റ് കൂളംബാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിരന്തരം വരുന്നതാണ് വാട്ട് ഈസ് ദ ചാർജ് ഓൺ ആൻ ഇലക്ട്രോൺ? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. എത്രയാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് വരുന്നത്? 1.6 × 10⁻⁹ കൂളംബാണ് അല്ലേ? ഇത് തന്നെയാണ് ഒരു പ്രോട്ടോണിൻ്റെ ചാർജും. പക്ഷേ പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. 1.6 × 10⁻⁹ കൂളംബാണ് ചാർജിൻ്റെ, ഇലക്ട്രോണിൻ്റെ ചാർജും പ്രോട്ടോണിൻ്റെ ചാർജൊക്കെ വരുന്നത്. അത് നോക്കൂ, ചാർജുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ചാർജ് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ആണ്. 2 ടൈപ്സ് ഓഫ് ചാർജസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. അത് 2 ടൈപ്പ് ചാർജ് ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞു നമ്മൾ. അതിനുശേഷം ന്യൂട്രൽ ബോഡി എന്ന് പറഞ്ഞാൽ അവിടെ ഈക്വൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആണെന്നർത്ഥം. എന്തായിരുന്നു നമുക്ക് യൂണിറ്റ് വന്നത്? SI യൂണിറ്റ് കൂളംബാണ് അല്ലേ? ചെറിയ യൂണിറ്റുകളും നമ്മൾ പറഞ്ഞു. ഇലക്ട്രോണിൻ്റെ ചാർജോ 1.6 × 10⁻⁹ കൂളംബാണ്, നെഗറ്റീവാണ്. പ്രോട്ടോൺ ആണെങ്കിലോ 1.6 × 10⁻⁹ കൂളംബ് തന്നെയാണ്, പക്ഷേ പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ചാർജ് സ്കേലാർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ? സ്കേലാർ ആണ് അല്ലേ? ചാർജ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ടത് എങ്ങനെയാണ് നമ്മൾ ബോഡികളെ, ഒരു ബോഡിക്ക് നമ്മൾ ചാർജ് ഉണ്ടാവണം ഒരു ബോഡിയെ. അപ്പോൾ എങ്ങനെ നമ്മൾ ഒരു ബോഡിയെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആക്കും അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കും, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത്രയും ഉള്ള ഒരു സെക്ഷനിൽ നമ്മൾ പഠിച്ചു തീർത്തത് ചാർജ്, ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ, 2 ടൈപ്സ് ഓഫ് ചാർജസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് റിപ്പൽ ചെയ്യുന്നു, നെഗറ്റീവ് റിപ്പൽ ചെയ്യുന്നു, പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ട് ചെയ്യുന്നു.
SI യൂണിറ്റ് വന്നത് കൂളംബാണ്. ന്യൂട്രൽ ബോഡി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഈക്വൽ ആണ്. അതുപോലെ ഇലക്ട്രോണിന്റെ ചാർജ് 1.6 × 10⁻⁻19 കൂളംബാണ്. പ്രോട്ടോണിന്റെ 1.6 × 10⁻⁻19 കൂളംബാണ്. ചാർജ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷൻ. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സെഷനിൽ വരുന്നത് നമ്മൾ അതേ നോക്കുകയുള്ളൂ കേട്ടോ. എങ്ങനെയാണ് ഒരു ബോഡിയെ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആക്കുന്നത്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാം. ഒരു ബോഡിക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആവണമെങ്കിലും നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആവണമെങ്കിലും ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കണം. എന്ത് നടക്കണം? ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കാന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു ന്യൂട്രൽ ബോഡിയാണ്. എനിക്ക് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് ചാർജ് ആവും. കാരണം ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണല്ലോ. അതല്ല, എനിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പോസിറ്റീവ് ചാർജ് ആവും. അപ്പോൾ നമ്മൾ ഒരു ബോഡി എങ്ങനെയാണ് ചാർജ്ഡ് ആവുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഇലക്ട്രോൺ എക്സസ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ബോഡി ആവും? നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആവും. ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലോ ഞാൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആവും. ഓക്കെ ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് വരുമ്പോൾ, എനിക്ക് ന്യൂട്രൽ ആയിരിക്കുമ്പോൾ എനിക്കൊരു മാസ് ഉണ്ടല്ലോ, ഇലക്ട്രോൺ കൂടുതൽ വന്നാൽ എൻ്റെ മാസ് കൂടും, വളരെ കുറവായിരിക്കും. എന്നാൽ പോലും ഇലക്ട്രോൺസ് അധികം വന്നാൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയുടെ മാസ് ഈസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ദ ന്യൂട്രൽ ബോഡി. അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞാൽ അവിടെ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോൺസ് പോയി എന്ന് പറഞ്ഞാൽ മാസ് എന്ത് ചെയ്യണം? കുറയണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, മാസിന് എന്ത് സംഭവിക്കും? ചാർജ് ചെയ്യുന്ന സമയത്ത് മാസ് കൂടാം അല്ലെങ്കിൽ കുറയാം. അപ്പോൾ ആ കൂടുന്നത് നെഗറ്റീവ് ചാർജ്ഡ് ബോഡി ആവുമ്പോൾ, കുറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആവുമ്പോൾ. ചോദ്യം ഇതായിരുന്നു, എങ്ങനെ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഉണ്ടാക്കാം, പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഉണ്ടാക്കാം. അപ്പോൾ മാസിൽ എന്താണ് ഡിഫറൻസ് വന്നത്? ഇനി നോക്കും, വാട്ട് ഈസ് മെന്റ് ബൈ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. അപ്പോൾ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ്. രണ്ടാളുകൾ നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കും. അതുവഴി ബോഡികൾക്ക് ചാർജ് ലഭിക്കും. ഇതിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം, ചാർജ് അക്വയർഡ് ബൈ എ ബോഡി ഡ്യൂ ടു റബ്ബിങ് വിത്ത് അനദർ ബോഡി. അപ്പോൾ നമുക്ക് ഒരു ബോഡി മറ്റൊരു ബോഡിയുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചാർജ് ലഭിക്കുന്ന ഇതിനെ നമ്മൾ വിളിക്കുന്നതാണെന്ത്? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എങ്ങനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആവും, നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആവും, മാസിന് എന്ത് സംഭവിക്കും, എന്താണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയുടെ കുറച്ച് എക്സാമ്പിൾസ് പറയാം. നമ്മൾ സാധാരണ രീതിയിൽ ഈ ഒരു വലിയ കണ്ടെയ്നറുകൾ പോകുന്ന സമയത്ത്, അത് എസ്പെഷ്യലി പെട്രോൾ ഡീസലൊക്കെ ഇട്ട് പോകുന്ന വലിയ കണ്ടെയ്നറുകൾ, ഇത് പോകുന്ന സമയത്ത് ഇതിൻ്റെ ടയർ ഉണ്ടല്ലോ, ഈ ടയർ റോഡുമായിട്ട് കോണ്ടാക്റ്റിൽ വരും, അവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ഇത് നിരന്തരം കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ ആ ഒരു വാഹനത്തിൽ ചാർജ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചാർജ് അക്യുമുലേറ്റ് ചെയ്താൽ അവിടെ ഒരു തീപിടുത്തം സംഭവിക്കാം. അത് വേറെ ഏത് ബോഡിയാണെങ്കിലും, ഇങ്ങനെ പെട്രോള് ഡീസല് ഇത് കൊണ്ടുപോകുന്ന വാഹനം തന്നെ ആവണമെന്ന് നിർബന്ധമല്ല. അപ്പോൾ ഇങ്ങനെ ചാർജ് അക്യുമുലേറ്റ് ചെയ്താൽ അവിടെ ഒരു സ്പാർക്കിംഗ് വരാം, ഒരു തീപിടുത്തം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണ്ടൊക്കെ ഇപ്പോൾ അത് കാണാൻ സാധ്യതയല്ല, ഈ വലിയ വാഹനങ്ങളിൽ നിന്ന് ചെറിയ ഒരു മെറ്റാലിക് ചെയിന് ഈ ഭൂമിയിലോട്ട് ഇങ്ങനെ തട്ടുന്ന രീതിയിലായിരിക്കും. ചെറിയൊരു ചെയിന് താഴോട്ട് ഇട്ടിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ ഭൂമിയിൽ തട്ടുന്ന രീതിയിൽ ഇങ്ങനെ ആയിരിക്കും ആ വാഹനം പോകുന്നുണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഒരു മെറ്റാലിക് ചെയിന് നമ്മൾ എന്തിനാണ് ഈ വാഹനങ്ങളിൽ വെക്കുന്നത്? ടു അവോയ്ഡ് ദ അക്യുമുലേഷൻ ഓഫ് ചാർജ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കാരണത്താൽ ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മെറ്റാലിക് ചെയിനുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നത്.
അപ്പോൾ ആ മെറ്റാലിക് ചെയിനുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ചാർജ് ആ മെറ്റാലിക് ചെയിനിലൂടെ താഴോട്ട് പോകും. അപ്പോൾ അതെന്താ, മറ്റേ ബോഡിയിൽ നിന്ന് തന്നെ സ്വമേധയാ വേറെ ടച്ചിങ് വരുന്നുണ്ടല്ലോ, അതിലൂടെ പോകാൻ കഴിയില്ല. കാരണം അതൊക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്. മെറ്റൽ എന്ന് പറഞ്ഞാൽ അത് കണ്ടക്ടറാണ്. അതിനെക്കുറിച്ച് നമ്മൾക്ക് ചർച്ച വരും. അപ്പോൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി പറഞ്ഞതാണത്. അപ്പോൾ ഇപ്പോഴെന്താണ് നമ്മൾ വാഹനങ്ങളിൽ അങ്ങനത്തെ ഒരു ചെയിന് കാണാത്തത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്കുണ്ടാക്കുന്ന ടയറുകൾ സ്ലൈറ്റ്ലി കണ്ടക്റ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ടയർ പൂർണ്ണമായി ഒരു ഇൻസുലേറ്റർ അല്ല, സ്ലൈറ്റ്ലി കണ്ടക്റ്റിംഗ് ആണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ നമ്മൾക്കറിയാം, ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്പാർക്കുകൾ നമ്മൾ കാണാറുണ്ട്. അതുവഴി തീപിടുത്തത്തിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എസ്പെഷ്യലി നമ്മളെ ഫ്ലൈറ്റുകളുടെയൊക്കെ ടയറുകൾ എന്ന് പറഞ്ഞാൽ വലിയ ഭാരം ഏൽക്കുന്നതാണ്, നല്ല ഫ്രിക്ഷൻ വരും. അപ്പോൾ ആ ടയറുകളൊക്കെ സ്ലൈറ്റ്ലി കണ്ടക്റ്റിംഗ് ആക്കിയാൽ നമുക്ക് എന്ത് അവോയ്ഡ് ചെയ്യാം? അക്യുമുലേഷൻ ഓഫ് ചാർജ് ഒഴിവാക്കിയെടുക്കാം ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇതിനു വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, മെറ്റാലിക് ചെയിൻ എന്തിനു വെക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടയറുകൾ നമ്മൾ സ്ലൈറ്റ്ലി കണ്ടക്റ്റിംഗ് ആക്കുന്നത് എന്തിനാണ്? ടു അവോയ്ഡ് ദ അക്യുമുലേഷൻ ഓഫ് ചാർജ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പോൾ നോക്കൂ, നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഒരു രണ്ടാമത്തെ സെഷനിൽ അല്ലേ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ഒന്ന് പറഞ്ഞത് എങ്ങനെ പോസിറ്റീവ്ലി നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആക്കാം, എക്സസ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴിയാണ് ചാർജ് കിട്ടുന്നത്. ഇനി അത് നമുക്ക് എന്ത് പറയാം? എക്സസ് എമൗണ്ട് ഓഫ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി, ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി. അപ്പോൾ ഇലക്ട്രോൺ കൂടിക്കഴിഞ്ഞാൽ മാസ് കൂടും, ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ മാസ് കുറയും. മാസിൽ മാറ്റം വരുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വന്നാൽ അങ്ങനെ ചെയ്യണം. എന്നിട്ട് അടുത്ത ഭാഗം വന്നത് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയാണ്. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് ബോഡികൾ തമ്മിൽ റബ്ബ് ചെയ്യുന്നത് വഴി അവിടെ എന്തുണ്ടാവുന്നു? ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നിട്ട് ചാർജുകൾ ഉണ്ടാവുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. അതുമായി ബന്ധപ്പെട്ട ഒരു മെറ്റാലിക് ചെയിനും അതേപോലെ തന്നെ ഒരു ടയറിൻ്റെയും ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു അല്ലേ? നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നോക്കാം. ഗ്ലാസ്, നമ്മൾ സാധാരണ കാണുന്ന ഗ്ലാസ്, അതേപോലെ തന്നെ സിൽക്ക് ഉണ്ടല്ലോ, ഇത് തമ്മിൽ റബ്ബ് ചെയ്താൽ അപ്പോൾ ചാർജ് ഉണ്ടാവണം. ഈ ചാർജ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട് എന്നറിയോ? നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തലയിൽ നമ്മൾ സ്കെയില് എന്ത് ചെയ്യും? റബ്ബ് ചെയ്യും. ആ സ്കെയില് റബ്ബ് ചെയ്തിട്ട് ചെറിയ പേപ്പർ കഷ്ണവുമായിട്ട് നമ്മളിങ്ങനെ തട്ടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ജസ്റ്റ് അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാം. നമ്മളത് ചെയ്തിട്ടുള്ളതാണ് പലപ്പോഴും അല്ലേ, ചെറിയ ക്ലാസ്സുകളിൽ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ചാർജ് ഉണ്ടായത്? ആ ചാർജ് ഉണ്ടായത് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ആണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഗ്ലാസും സിൽക്കും കൂടെ റബ്ബ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ചോദ്യം ഇതാണ്, ഏതിനാണ് പോസിറ്റീവ് ലഭിക്കുക, ഏതിനാണ് നെഗറ്റീവ് ലഭിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാനത് ഇവിടെ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ആൻസർ പറയൂ. സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺ എവിടെ നിന്ന് അങ്ങോട്ട് പോകും? നമ്മൾ ചിന്തിക്കുക, ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ സിൽക്കിനേക്കാൾ കുറച്ച് ഹാർഡാണ്. അതുകൊണ്ട് സിൽക്കിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് എന്ത് പോവണം? ഇലക്ട്രോൺസ് പോവും എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുക. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റാണ് വരിക. അപ്പോൾ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചാർജുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ചാർജിന് ട്രാൻസ്ഫർ നടക്കുന്നത് ആ ഇലക്ട്രോൺസ് എത്രമാത്രം ശക്തമത്തായിട്ടാണ് ഒരു വാലൻസ് ഷെല്ലിൽ നിൽക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ നമുക്ക് പുറമെ കാണുന്ന ഹാർഡ്നെസ് ആയിരിക്കില്ല വാലൻസ് ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിനകത്ത് ബൗണ്ടഡ് ആയി നിൽക്കുന്നത്. ഇവിടെ ഈ ഗ്ലാസ്സിൽ വളരെ ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണുള്ളത്. അതിൻ്റെ ഹാർഡ്നെസ് അല്ല, വാലൻസ് ഇലക്ട്രോൺസ് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. സിൽക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുറമേയുള്ള ഇലക്ട്രോൺസിനെ പുറത്തെടുക്കണമെങ്കിൽ ഹൈ എനർജി വേണം. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെ വിളിക്കും വർക്ക് ഫംഗ്ഷൻ എന്ന്. എന്താ വിളിക്കുക? വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ ഇലക്ട്രോൺസിനെ പുറത്തിയാടിക്കാനുള്ള വേണ്ട എനർജിയാണ് ആര്? വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലാസിൽ നിന്ന് ഇലക്ട്രോണിനെ പുറത്തിയാടിക്കാൻ വളരെ എളുപ്പമാണ് കമ്പയർഡ് ടു സിൽക്ക്. അത് വേറെ ആളായിട്ടാവുമ്പോൾ ചിലപ്പോൾ മാറും. അപ്പോൾ ഇലക്ട്രോണിന് പുറത്ത് ചാടിക്കാൻ ഏറ്റവും എളുപ്പം ആരായതുകൊണ്ട്, ഗ്ലാസിൽ നിന്നായതുകൊണ്ട് ഇലക്ട്രോൺ അവിടെ നിന്ന് പോകുന്ന സിൽക്കിലെത്തും. എന്ന് പറഞ്ഞാൽ ആർക്കാ പോസിറ്റീവ് ചാർജ് കിട്ടുക?
പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് ആർക്കായിരിക്കും? ഗ്ലാസ്സിനായിരിക്കും. നെഗറ്റീവ് ചാർജ് കിട്ടുന്നതോ സിൽക്കിനായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ അതായിരുന്നു, ഗ്ലാസ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് സിൽക്ക് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ബിക്കോസ് ഗ്ലാസ് ലോസസ് ഇലക്ട്രോൺസ് ആൻഡ് സിൽക്ക് ഗെയിൻസ് ഇലക്ട്രോൺസ്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ എക്സാമ്പിളുകളുണ്ട് ടെക്സ്റ്റിൽ. നമ്മൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം? ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. നോക്കൂ, അപ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെയും സിൽക്കിൻ്റെയും കാര്യങ്ങൾ അറിഞ്ഞു അല്ലേ? അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് കിട്ടുന്ന സമയത്ത് നമുക്ക് ആർക്കാണ് മാസ് കൂടുതൽ കുറവ് എന്നൊക്കെ പറയാൻ പറ്റും. അതും കൂടെ ആലോചിക്കുക. അടുത്തത് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചാർജിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ആര്? ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ചാർജ് ആൻഡ് ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് ചാർജ്? അപ്പോൾ ആ ഉപകരണത്തിന്റെ പേരെന്താണ്? ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്നാണ് കേട്ടോ. അപ്പോൾ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് ആണ് പ്രസൻസ് ഓഫ് ചാർജ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അത് ആൻസർ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. അപ്പോൾ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ ഒരു പിക്ചർ ഇതാണ്. മുകളിൽ ഒരു മെറ്റൽ നോബ് ഉണ്ട്, അതിന് താഴെ ഒരു മെറ്റൽ റോഡ് ഉണ്ട്. അത് ഏറ്റവും താഴ്ഭാഗം എന്ന് വന്നിട്ട് 2 ഗോൾഡ് ലീഫുകളുണ്ട്, ചെറിയ പ്ലേറ്റ് പോലെ. അതാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ ഒരു ചാർജ്ഡ് ബോഡി, നമുക്ക് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനിരിക്കുന്ന ബോഡിയെ നമ്മൾ ആ മെറ്റൽ നോബിൻ്റെ അടുത്ത് കൊണ്ടുവരാം. അങ്ങനെ ആ മെറ്റൽ നോബിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മെറ്റലാണ് ചാർജുകൾ പെട്ടെന്ന് എടുക്കും. അങ്ങനെ ആ ചാർജുകൾ ഗോൾഡിലെത്തി 2 പ്ലേറ്റിലേക്കായിട്ട് പോകുമ്പോൾ 2 പ്ലേറ്റിൽ വരുന്ന സമയത്ത് നോക്കൂ, ഒരു പ്ലേറ്റിൽ പോസിറ്റീവാണ്, അടുത്ത ഒരു പ്ലേറ്റിൽ എന്താണ്? പോസിറ്റീവ് ആണെങ്കിൽ ഇത് രണ്ടും റിപ്പൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ കൺവേർജ് ചെയ്ത് നിൽക്കുന്ന ഗോൾഡ് ലീഫ് നമ്മളൊരു ചാർജ്ഡ് ബോഡിയെ അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചാൽ ഡൈവേർജ് ചെയ്യുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മൾ കൊണ്ടുവന്ന് വെച്ച ബോഡിക്ക് ചാർജ് ഉണ്ടെന്നാണ്. അപ്പം ചാർജിൻ്റെ പ്രസൻസ് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ആര്? ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഒന്ന് എല്ലാ അർത്ഥത്തിലും നോക്കണം കേട്ടോ. ഇനി നോക്കൂ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കാം. വാട്ട് ഈസ് മെൻറ്റ് ബൈ ഡ്യൂഫേസ് ലോ? ഡ്യൂഫേസ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു ശരിക്ക്. അത് ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ഇതിനാണ് നമ്മൾ ഡ്യൂഫേസ് ലോ എന്ന് വിളിക്കുന്നത്. പോസിറ്റീവ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. നെഗറ്റീവ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. നെഗറ്റീവ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഇതിനെയാണ് ഡ്യൂഫേസ് ലോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ഇതാണ് നമുക്ക് ഡ്യൂഫേസ് ലോ. നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഏതിനെ കുറിച്ചായിരുന്നു? ചാർജിൻ്റെ കുറേ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ചാർജിൻ്റെ യൂണിറ്റ് സ്കേലാർ ആണോ വെക്ടർ ആണോ, അതിലെങ്ങനെയാണ് നമ്മൾക്ക് ചാർജ് ലഭിക്കുന്നത്, ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി, ചാർജിൻ്റെ പ്രസൻസ് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര്, ഇതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തിയറി പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് തിയറിയാണ്, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം. ഇനി നോക്കും, നമ്മൾ അടുത്തൊരു സെഷനിലോട്ട് പോവാണ്. കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് കണ്ടക്ടർ, ഇൻസുലേറ്റർ, അതേപോലെ തന്നെ സെമി കണ്ടക്ടർ. ഇങ്ങനെ 3ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തരംതിരിക്കാം. അപ്പോൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, ബേസ്ഡ് ഓൺ ദ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, ഹൗ ഡു യു ഡിവൈഡ് സബ്സ്റ്റൻസസ്? ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് സബ്സ്റ്റൻസിന് 3ആയിട്ട് തരംതിരിക്കാം. ഒന്നാരാ? കണ്ടക്ടർ, അടുത്തതോ ഇൻസുലേറ്റർ, അടുത്തതോ സെമി കണ്ടക്ടർ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ കണ്ടക്ടേഴ്സ്? കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്
ചാർജ് ഫ്ലോ നന്നായിട്ട് നടക്കുന്ന ഉപകരണമാണ് ആര്? കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ചാർജ് ഫ്ലോ തീരെ നടക്കാത്ത അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം നടക്കുന്ന ആളാണ് ആര്? ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. തീരെ നടക്കില്ല എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മൾ ഇൻസുലേറ്റർ കൺസിഡർ ചെയ്യുക. ഇനി ഇതിനിടയിൽ ചാർജ് ഫ്ലോ നടക്കുന്നതാണ് ആര്? സെമി കണ്ടക്ടർ. അപ്പൊ നന്നായിട്ട് ചാർജ് ഫ്ലോ നടക്കുന്നതാരാ? കണ്ടക്ടേഴ്സ് ആണ്. ഒരു തീരെ നടക്കാത്തതാരാ? ഇൻസുലേറ്റേഴ്സ് ആണ്. ഇതിനൊരു ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് വരുന്നതാണ് ആര്? സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ ടേം കണ്ടക്ടേഴ്സ്, ഗിവ് എക്സാമ്പിൾസ്. Conductors are those substances which have large number of free electrons in them. നമുക്കറിയാം മെറ്റൽസ് കണ്ടക്ടേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ അതിൽ മെറ്റൽസിൽ ഇലക്ട്രോൺസ് എങ്ങനെയാ? ഒരു സീ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് നമ്മൾ ഏതിൽ കണ്ടിട്ടുള്ളത്? കെമിസ്ട്രിയിൽ അല്ലേ? അപ്പോൾ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് ഏതിൽ? കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതിന് എക്സാമ്പിൾ ആണ് മെറ്റലുകൾ അല്ലേ? സിൽവർ, കോപ്പർ, ഗോൾഡ്. ബെസ്റ്റ് കണ്ടക്ടറാണ് സിൽവർ. അപ്പോൾ ഇതാണ് കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സിൽ നമ്മൾ മനസ്സിലാക്കി ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ള ആളാണ് ആര്? കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? സിൽവർ. എക്സ്പ്ലെയിൻ ദ ടേം ഇൻസുലേറ്റേഴ്സ്, ഗിവ് എക്സാമ്പിൾ. ഇൻസുലേറ്റേഴ്സ് ആർ ദോസ് substances in which the valence electrons are tightly bound their parent atoms. അപ്പോൾ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, ആറ്റംസുമായിട്ട് ടൈറ്റ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ആളുകളാണ് ആര്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്ലാസ്റ്റിക് ഇതൊക്കെ എന്താണ്? ഇൻസുലേറ്ററാണ്. വുഡ് ഇൻസുലേറ്ററാണ്. അപ്പോൾ ദേ കണ്ടെയ്ൻ വെരി ഫ്യൂ ഇലക്ട്രോൺസ്. എക്സാമ്പിൾസ് മൈക്ക, എബണൈറ്റ്, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. ഇതൊക്കെ എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് റബ്ബ് ചെയ്ത് ഓർമ്മയുണ്ടോ? ഗ്ലാസും സിൽക്കും. ഗ്ലാസ് ഇൻസുലേറ്ററാണ്, സിൽക്കും ഇൻസുലേറ്ററാണ്. അവിടെ റബ്ബ് ചെയ്തപ്പോൾ നമ്മൾ ഇൻസുലേറ്ററുകൾ തമ്മിലാണ് റബ്ബ് ചെയ്തത്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ വിശദീകരിക്കും. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. റബ്ബ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എടുക്കുക. അതെന്തുകൊണ്ടാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എടുക്കാത്തത് എന്നുള്ളതൊക്കെ പറയും കേട്ടോ. ഇനി നോക്കൂ. എക്സ്പ്ലെയിൻ ദ ടേം സെമി കണ്ടക്ടേഴ്സ്, ഗീവ് എക്സാമ്പിൾസ്. സെമി കണ്ടക്ടേഴ്സ് ആർ ദോസ് സബ്സ്റ്റൻസസ് ഹൂസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഈസ് മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ബട്ട് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ഇൻസുലേറ്റർ ആൻഡ് കണ്ടക്ടർ ആയിട്ടാണ് വരുന്നത് അല്ലേ? സിലിക്കൺ, ജെർമാനിയം ഇതൊക്കെ സെമി കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കൂ. ബേസ്ഡ് ഓൺ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് മൂന്നായി തരംതിരിച്ചു. ഒന്നാരാ? കണ്ടക്ടർ, അടുത്തതാരാ? ഇൻസുലേറ്റർ, അടുത്തതാരാ? സെമി കണ്ടക്ടേഴ്സ്. കണ്ടക്ടിവിറ്റി കൂടുതൽ, ചാർജ് ഫ്ലോ നന്നായിട്ട് നടക്കുന്നത്, കൂടുതൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കണ്ടക്ടേഴ്സ്. ഫ്രീ ഇലക്ട്രോൺസ് അല്ല, ടൈറ്റ്ലി ബൗണ്ടഡ് ആണ് ഇൻസുലേറ്റേഴ്സിൽ. ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ഇൻസുലേറ്റർ ആൻഡ് കണ്ടക്ടേഴ്സ് വരുന്ന കണ്ടക്ടിവിറ്റി ഉള്ള ആളാണ് ആര്? സെമി കണ്ടക്ടേഴ്സ്. ആരെ എക്സാമ്പിൾസ് സെമി കണ്ടക്ടറിന്റെ? സിലിക്കൺ ആൻഡ് ജെർമാനിയം. നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ മൂന്നാള് പറഞ്ഞു. ഇനി കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇഫ് എ ചാർജ് ഈസ് ഗിവൺ ടു എ കണ്ടക്ടർ വാട്ട് ഹാപ്പൻസ് ടു ദ ചാർജ്? നമ്മളൊരു കണ്ടക്ടറിന് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ ചാർജ് കൊടുക്കുന്ന സമയത്ത് ഒരു ചാർജിനെ സംബന്ധിച്ചിടത്തോളം കണ്ടക്ടറിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മൂവ് ചെയ്യാൻ കഴിയില്ല ഒരു ഇൻസുലേറ്ററിന്. ഈ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ചാർജ് നമ്മൾ കണ്ടക്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മൂവ് ചെയ്യാം. പക്ഷേ ഇൻസുലേറ്ററിന് കണ്ടക്ടിവിറ്റി കുറവായതുകൊണ്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ രണ്ട് പോസിറ്റീവ് ചാർജുകൾ നിങ്ങൾ കണ്ടക്ടറിന് കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ ഈ രണ്ട് പോസിറ്റീവ് ചാർജുകൾ തമ്മിൽ എന്തുണ്ടാവും? റിപ്പൽഷൻ ഉണ്ടാവും. ആ റിപ്പൽഷൻ കാരണത്താൽ മൂവ് ചെയ്യാൻ നോക്കും. മൂവിങ് എവേ, മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ അതിന് മൂവ് ചെയ്യാൻ പറ്റുമോ? കണ്ടക്ടറിൽ പറ്റും. അപ്പോൾ മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ മാക്സിമം അകലത്തിൽ പോയി നിൽക്കും. അങ്ങനെ മാക്സിമം അകലത്തിൽ പോയി നിന്നാൽ സർഫസിലേ പോയി നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സർഫസ് എന്താ അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൻ്റെ സർഫസിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് എയറാണ്. എയർ ഒരു ഇൻസുലേറ്ററാണ്. അപ്പോൾ അതിൽ കൂടെ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കണ്ടക്ടറിൻ്റെ സർഫസിലാണത് പോയി നിൽക്കുക. ചോദ്യം ഇതായിരുന്നു, ഒരു കണ്ടക്ടറിന് നമ്മൾ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട് യൂണിഫോംലി ഓവർ ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ.
ആ സർഫസിലാണത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക. അതിനകത്ത് നിൽക്കോ ഇല്ല, മാക്സിമം അകലത്തിൽ പോയി നിൽക്കാൻ നോക്കും. അങ്ങനെയാണെങ്കിൽ ഇൻസുലേറ്ററിന് നമ്മളൊരു ചാർജ് കൊടുത്താലോ, എവിടെയാണോ ചാർജ് കൊടുത്തത് അത് അവിടെ നിൽക്കും. അതാണ് സംഭവിക്കുക. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് അറിയണം അല്ലേ. ഇഫ് എ ചാർജ് ഈസ് ഗിവൺ ടു ആൻ ഇൻസുലേറ്റർ, വാട്ട് ഹാപ്പൻസ് ടു ദ ചാർജ്? അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളിൽ പറഞ്ഞത്. അപ്പോൾ ബേസ്ഡ് ഓൺ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, ഇൻസുലേറ്റർ, കണ്ടക്ടർ, സെമി കണ്ടക്ടർ മൂന്നായി തരംതിരിച്ചു. ഇൻസുലേറ്ററിന്, കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആരാ? മെറ്റൽസ് അല്ലേ, ഗോൾഡ്, സിൽവർ ഒക്കെ വരും, കോപ്പർ ഒക്കെ. അടുത്തത് ഇൻസുലേറ്റർ, നമ്മൾക്ക് ഗ്ലാസ്, പേപ്പർ, എബണൈറ്റ്, സിൽക്ക്, അതേപോലെ തന്നെ വുഡ്, ഇതൊക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്. സെമി കണ്ടക്ടറിനോ സിലിക്കൺ, ജെർമാനിയം. അടുത്തത് ഇങ്ങനെ തരംതിരിച്ചിട്ട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഒരു ചാർജ് നമ്മൾ ഒരു കണ്ടക്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? കണ്ടക്ടറിന് നമ്മൾ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. അടുത്തത് ഇൻസുലേറ്ററിന് ചാർജ് കൊടുത്താലോ, ഇൻസുലേറ്ററിന് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും, മൂവ് ചെയ്യാൻ കഴിയില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, മൂവ് ചെയ്യാൻ പറ്റാത്തതാണ് ഇൻസുലേറ്റർ. ഇനി നോക്കൂ, എർത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എർത്ത് ഒരു കണ്ടക്ടർ ആണോ അതോ ഇൻസുലേറ്റർ ആണോ? നമുക്കറിയാം, എർത്തിങ് എന്ന് കേട്ടിട്ടുണ്ടാവും നമ്മൾ, എർത്തിങ് അല്ലേ. അപ്പോൾ ഈ എർത്ത് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ്. എർത്ത് ഈസ് ആൻ ഇലക്ട്രോൺ ബാങ്ക്. ഇലക്ട്രോൺ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എർത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഹൈ കപ്പാസിറ്റിയാണ്, എന്ന് പറഞ്ഞാൽ വലിയൊരു ബോഡിയാണ്. നമുക്ക് ചുറ്റുമുള്ള നമ്മൾ സമ്പർക്കത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു ബോഡി എന്ന് പറയുന്നത് ഭൂമിയാണ്. അപ്പോൾ ഭൂമിയിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് എർത്ത് ഈസ് എ ഗുഡ് കണ്ടക്ടർ, അല്ലെങ്കിൽ എർത്തിനെ നമ്മൾ വിളിക്കുന്നത് ഇലക്ട്രോൺ ബാങ്ക് എന്നാണ്. ഇലക്ട്രോൺ ബാങ്ക് എന്ന് വിളിച്ചാൽ ആ എർത്തിന് നമുക്ക് വേണമെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വേണമെങ്കിലും സപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എർത്തിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസ് വേണമെങ്കിലും ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യാം. അതാണ്. അപ്പോൾ എർത്ത് കണ്ടക്ടർ ആണോ ഇൻസുലേറ്റർ ആണോ? കണ്ടക്ടർ ആണ്. എന്താ ഞാനൊരു പേര് വിളിച്ചത്? ഇലക്ട്രോൺ ബാങ്ക് എന്ന് അല്ലേ. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇലക്ട്രോൺസ് നമുക്ക് സപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യാം. അതുവഴിയാണ് നമ്മൾ എർത്ത് ചെയ്യുന്നത്. എർത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് എന്ന് പറയും നമ്മൾ. അപ്പോൾ ഒരു ബോഡിയിൽ എക്സസ് ചാർജുകൾ ഉണ്ടെങ്കിൽ അത് ഭൂമിയിലോട്ട് ഒഴുകിപ്പോവാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആര്? എർത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് മെന്റ് ബൈ എർത്തിങ് ഓർ ഗ്രൗണ്ടിങ്? Connecting a body to the earth by means of a conducting wire is called earthing or grounding. If the body which is earthed has some charge, it will be shared by the earth. Charge ഉണ്ടെങ്കിൽ അത് ആ ഭൂമിക്ക് കൊടുക്കും. ഇനി നോക്കൂ, നമുക്ക് എർത്ത് ചെയ്യണ സമയത്ത് നോക്കണം. ഇപ്പോൾ ഒരു ബോഡിക്ക് നെഗറ്റീവ് ചാർജ് ആണെന്ന് കരുതുക. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൽ ആരാ കൂടുതൽ? ഇലക്ട്രോൺസ് ആണോ അതോ പോസിറ്റീവ് ചാർജ് ആണോ? ഇലക്ട്രോൺസ് കൂടുതലാണോ കുറവാണോ? ഇലക്ട്രോൺസ് കൂടുതലാണ്. നമുക്കറിയാം, ഒരു ബോഡി ചാർജ്ഡ് ആവണമെങ്കിൽ അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ പറ്റുള്ളൂ, അല്ലാത്തതിന് പറ്റില്ല. അപ്പോൾ നമ്മളൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആണെങ്കിൽ അതിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആ നെഗറ്റീവ് ചാർജ് ഇല്ലാതാവണമെങ്കിൽ നമ്മൾ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് താഴോട്ട് ഇറങ്ങിപ്പോവും, ഭൂമിയിലോട്ട് താഴോട്ട് ഇറങ്ങിപ്പോവും. നേരെ തിരിച്ച് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോൺസ് കുറവാണ്. അപ്പോൾ ആ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യില്ല, അതിന് പകരം ഭൂമിയിൽ നിന്ന് ഇലക്ട്രോൺസ് മുകളിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ ആ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ ന്യൂട്രലൈസ്ഡ് ആവും. ഇതാണ് നടക്കുക. ചോദ്യം ഇതായിരുന്നു, എർത്ത് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആണെങ്കിൽ ഇലക്ട്രോൺസ് താഴോട്ടും, പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആണെങ്കിൽ ഇലക്ട്രോൺസ് മുകളിലോട്ടുമാണ് എന്ത് ചെയ്യുക? മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇനി നോക്കൂ, വാട്ട് ഈസ് മെന്റ് ബൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്? ഇത് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് നമ്മൾ the maximum value of electric field that can be applied to a dielectric medium without breakdown of the medium is called dielectric strength.
അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡൊക്കെ കാണുന്നുണ്ട്. അത് നമ്മൾ താഴെ പഠിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് ചോദിച്ചാൽ ഇതാണ് സംഭവം. നമ്മൾ ഒരു ബോഡിക്ക് ചാർജ് കൊടുക്കുകയാണ്. അങ്ങനെ ചാർജ് കൊടുത്ത് ഒരുപാടധികം കൊടുത്ത് കുറേ കൊടുത്താൽ എന്താ സംഭവിക്കുക? ലീക്ക് ചെയ്യും. അതാണ് ഈ ഇടിമിന്നലൊക്കെ വരുന്നത്. ചാർജ് നമ്മൾ ലീക്ക് ചെയ്തു പോകും, സ്പാർക്ക് കാണും നമ്മൾ. അപ്പോൾ ഒരുപാട് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലീക്കേജ് സംഭവിക്കും. അങ്ങനെ ഒരു ലീക്കേജ് സംഭവിക്കാതെ നമുക്ക് മാക്സിമം എത്ര ചാർജ് കൊടുക്കാം, അല്ലെങ്കിൽ അതിന് ഞാൻ മറ്റൊരു രീതിയിൽ പറഞ്ഞതാണ്, മാക്സിമം എത്ര ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം. ആ മാക്സിമം ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? അത് താഴെ വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക മാത്രം കേട്ടോ. ഇനി ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രേക്ക് ഡൗൺ മീൻസ് എ ഡൈഇലക്ട്രിക് മീഡിയം ബിക്കമിങ് എ കണ്ടക്ടർ ബൈ ദ ബ്രേക്കിംഗ് അവേ ഓഫ് ദ ഇലക്ട്രോൺസ് ഫ്രം ദ കോവാലന്റ് ബോണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ബോഡിക്ക് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജ് എന്ത് ചെയ്യണം? നമുക്ക് ലീക്ക് ചെയ്ത് പോവാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറേ ചാർജ് കൊടുത്തു എന്ന് കരുതുക. ഇതൊരു കണ്ടക്ടർ ആണെന്ന് കരുതിക്കോളൂ. ആ ചാർജുകളൊക്കെ എവിടെ വരും? ഇതിൻ്റെ സർഫസിൽ വരും. പക്ഷേ ആ സർഫസിന് അപ്പുറം പോവാത്തതിൻ്റെ കാരണം എന്താ? ഇതിന് ചുറ്റുഭാഗത്തുള്ള എയർ ഒരു ഇൻസുലേറ്ററാണ്. അപ്പോൾ ആ ഇൻസുലേറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ലീക്കേജ് ആയി എന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ ചാർജ് എയർ കൂടെ പോകണം. അപ്പോൾ എങ്ങനെ ഇപ്പോൾ അത് പോയത്? അവിടെയാണ് ബ്രേക്ക് ഡൗൺ സംഭവിച്ചത്. അപ്പോൾ കോവാലന്റ് ബോണ്ടിലുള്ള ഈ എയർ മോളിക്യൂൾസ് ഈ ബോണ്ടുകളൊക്കെ പൊട്ടിച്ചിട്ട് ഫ്രീ ഇലക്ട്രോൺസ് ആയി മാറിയാൽ അപ്പോൾ ഇവിടെ കണ്ടക്ടിവിറ്റി കൂടും. അങ്ങനെ ഞാൻ ഒരുപാട് ചാർജുകൾ ഈ കണ്ടക്ടറിന് കൊടുത്താൽ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കൂടും. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഈ എയറിന് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ എയറിൻ്റെ കോവാലന്റ് ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഈ ചാർജ് അതിൽ കൂടെ പാസ് ചെയ്ത് പോവും. ഇതിനാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ചാർജിൻ്റെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ? എങ്ങനെയാണ് പോസിറ്റീവ്ലി നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ബേസ്ഡ് ഓൺ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് മൂന്നാക്കി മാറ്റി. ഇൻസുലേറ്റർ, കണ്ടക്ടർ, സെമി കണ്ടക്ടർ. ഇതിൽ തന്നെ എക്സാമ്പിൾസ് പറഞ്ഞു. ഒരു കണ്ടക്ടർ നമ്മൾ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കും, ഇൻസുലേറ്ററിന് കൊടുത്താൽ എങ്ങനെ നിൽക്കും, ഭൂമി ഒരു കണ്ടക്ടറാണോ ഇൻസുലേറ്ററാണോ, ഇലക്ട്രോൺ ബാങ്ക് എന്ന് പറഞ്ഞു. അതുവഴി നമ്മൾ എർത്ത് ചെയ്യുന്ന ഒരു രീതിയും പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ബോഡിയെ ചാർജ് ചെയ്യാൻ നമുക്ക് എങ്ങനെയൊക്കെ ചാർജ് ചെയ്യാം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. നമുക്ക് 3 വിധം പറയാം. ഒന്ന് ചാർജിങ് ബൈ ഫ്രിക്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, റബ്ബ് ചെയ്തിട്ട് ഗ്ലാസ്സിന് പോസിറ്റീവും സിൽക്കിന് നെഗറ്റീവും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഒരു മെത്തേഡ് ആരാണ്? ചാർജിങ് ബൈ ഫ്രിക്ഷൻ ആണ്. അടുത്തൊരു മെത്തേഡ് വേണമെങ്കിൽ ചാർജിങ് ബൈ ഇൻഡക്ഷൻ പറയാം. അടുത്തത് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇങ്ങനെ 3 മെത്തേഡ്സ് ആണ് നമുക്കൊരു ബോഡിയെ ചാർജ് ചെയ്യാനായിട്ടുള്ളത്. ഒന്നാരാ? ചാർജിങ് ബൈ ഫ്രിക്ഷൻ. അടുത്തതോ ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അടുത്തതോ ചാർജിങ് ബൈ കണ്ടക്ഷൻ. അങ്ങനെയാണെങ്കിൽ ചാർജിങ് ബൈ ഇൻഡക്ഷൻ നോക്കാം. എന്താണ്? വാട്ട് ഈസ് മെന്റ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ? പ്രൊഡക്ഷൻ ഓഫ് ഈക്വൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഓൺ എ ബോഡി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അനദർ ചാർജ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വേറെ ഒരു ചാർജിനെ കൊണ്ടുവന്ന് വെച്ചാൽ എൻ്റെ ദേഹത്ത് ഈക്വൽ ആയിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവ് ചാർജുകൾ 2 എൻഡുകളിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇതിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. പ്രൊഡക്ഷൻ ഓഫ് ഈക്വൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അനദർ ചാർജ്. ഇതിനെയാണ് എന്ത് വിളിക്കുക? ഇൻഡക്ഷൻ. ചാർജ് ഇൻഡ്യൂസ് ചെയ്യാന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ എങ്ങനെ കാണിക്കാമെന്ന് ചോദിച്ചാൽ ദാ ഇങ്ങനെ ഒരു പോസിറ്റീവ് ചാർജ് BC, ഇവിടെ കാണുന്ന BC കണ്ടക്ടറാണ്. കണ്ടക്ടർ അല്ലെങ്കിലും ഇൻഡ്യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ പറയുന്നൊക്കെ ആരാണ്? കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്ന് വെച്ചാൽ അതിനടുത്ത് നെഗറ്റീവ് ഉണ്ടാവും, അതിന് നേരെ ഓപ്പോസിറ്റ് പോസിറ്റീവും ഉണ്ടാവും. നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് വെക്കുന്ന ഈ ചാർജിന് അടുത്ത് വരുന്ന ഈ ചാർജായ നെഗറ്റീവ് ഇല്ലേ, അതിനെ ഞാൻ വിളിക്കും ബൗണ്ടഡ് ചാർജ് എന്ന്. എന്താ വിളിക്കുക? ബൗണ്ടഡ് ചാർജ്. അതിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പം നെഗറ്റീവാണ് ഇവിടെ ആര്? ബൗണ്ടഡ് ചാർജ് വരുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ കുറച്ച് പിക്ചറുകൾ നോക്കാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്.
ഒരു ബോഡിയെ നമുക്ക് ഇൻഡക്ഷൻ വഴി എങ്ങനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആക്കാം? ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ആ പിക്ചറാണ് ഇമ്പോർട്ടൻറ്റ്. അവിടെ ബി സി ഉണ്ടോ? ബി സി അത് കണ്ടക്ടറാണ്. അതിനടുത്ത് ഞാനൊരു നെഗറ്റീവ് ചാർജിനെ കൊണ്ടുവന്ന് വെച്ചാൽ ആ നെഗറ്റീവിൻ്റെ അടുത്ത് പോസിറ്റീവ് ഉണ്ടാവും. ആരെ പോസിറ്റീവ്? ബൗണ്ടഡ് ചാർജാണ്. പുറത്തുനിന്ന് നമ്മൾ വെച്ച നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തുള്ള ആളാണ് ആര്? ബൗണ്ടഡ് ചാർജ്. അതിന് അങ്ങേ അറ്റത്തോ നെഗറ്റീവ് ചാർജ് ഉണ്ടായി. എന്നിട്ട് ആ എ എന്ന ബോഡി ആ ചാർജ് അവിടെ നിൽക്കെ തന്നെ ബി സിയെ ഞാൻ എർത്ത് ചെയ്തു. എർത്ത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ബൗണ്ടഡ് ചാർജിന് ഒരിക്കലും മൂവ് ചെയ്യാൻ കഴിയില്ല. അതേതാണെങ്കിലും ബൗണ്ടഡ് ചാർജിന് എന്ത് കഴിയില്ല? മൂവ് ചെയ്യാൻ കഴിയില്ല. എന്താ കാരണം എന്നറിയോ? അത് ആ നെഗറ്റീവിൻ്റെ ശക്തമായ അട്രാക്ഷനിലായതുകൊണ്ട്. അപ്പം ബൗണ്ടഡ് അല്ലാത്ത അപ്പുറത്തെ ചാർജില്ലേ, അതാണ് എർത്തിങ് വഴി നമുക്ക് നഷ്ടമാവുക. അവിടെ ബൗണ്ടഡ് അല്ലാത്ത ചാർജ് നെഗറ്റീവാണോ പോസിറ്റീവാണോ? നെഗറ്റീവാണ്. അപ്പം നെഗറ്റീവ് ആണെങ്കിൽ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോൺസ് താഴോട്ട് ഇറങ്ങും. പോസിറ്റീവ് ആണെങ്കിലോ ഇലക്ട്രോൺസ് മുകളിലോട്ട് കയറും. ചാർജ് ട്രാൻസ്ഫറിന് സമയത്ത് ഇലക്ട്രോൺസ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എർത്ത് ചെയ്യുമ്പോൾ ആ സീൻ്റെ അവിടുത്തെ നെഗറ്റീവ് പോയിട്ടുണ്ടാവും. അപ്പോഴും ഈ പോസിറ്റീവ് പുറത്തുള്ള ഈ നെഗറ്റീവ് ചാർജിനോട് അടുത്ത് നിൽക്കാവും. ഇനി ഞാൻ എർത്തിങ് ഒഴിവാക്കി. ആദ്യം എന്ത് ഒഴിവാക്കി? എർത്തിങ് ഒഴിവാക്കി. എന്നിട്ട് ഈ പുറത്തുള്ള നെഗറ്റീവ് ചാർജിനെ ഒഴിവാക്കിയാൽ ആ ബോഡിയിൽ പോസിറ്റീവ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ആ പോസിറ്റീവ് ചാർജ് എങ്ങനെ നിൽക്കുക? ഇത് കണ്ടക്ടറാ. കണ്ടക്ടർ ആണെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് നിൽക്കുക സർഫസിൽ. അപ്പോൾ എല്ലായിടത്തും പരന്ന് നിൽക്കും. ഇപ്പോൾ ആ ബോഡി എന്ത് ബോഡിയായി? പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയായി. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡക്ഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവ് ചാർജ്ഡ് ബോഡി ഉണ്ടാക്കുക. ഇനി നെഗറ്റീവ് ബോഡി ഉണ്ടാക്കുകയാണെങ്കിൽ നോക്കിയാൽ അവിടെ ഇതാ ഒരു എ എന്നുള്ള പോസിറ്റീവ് ചാർജ്ഡ് ബോഡി ഞാൻ കൊണ്ടുവന്നു. അതിന് അടുത്ത് ഇൻഡ്യൂസ് ചെയ്യുന്നത് ആരാ? നെഗറ്റീവാണ്. അതിന് അങ്ങേ അറ്റത്തോ പോസിറ്റീവ് ഉണ്ടാവും. ഏതാ? ബൗണ്ടഡ് ചാർജ്, നെഗറ്റീവ് ചാർജാണ്. അടുത്ത സ്റ്റെപ്പിൽ പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവന്ന പോസിറ്റീവ് ചാർജിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എർത്ത് ചെയ്തു. എർത്ത് ചെയ്ത് അവിടെ എർത്ത് ചെയ്തു എന്നൊന്നും പ്രശ്നം. എവിടെ എർത്ത് ചെയ്താലും ആ ഫ്രീ ചാർജ് അഥവാ ബൗണ്ടഡ് ചാർജ് അല്ലാത്ത മറ്റേ ചാർജ് ആവും പോവുക എവിടെ എർത്ത് ചെയ്താലും. കാരണം ഇത് ശക്തമായ അട്രാക്ഷനിലായതുകൊണ്ട്. അപ്പോൾ ആ പോസിറ്റീവ് ചാർജ് എർത്ത് ചെയ്യുമ്പോൾ ഇല്ലാതാവും. പോസിറ്റീവ് ചാർജ് ഇല്ലാതാവണമെങ്കിൽ ഇലക്ട്രോൺസ് ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് കയറി വരണം. അങ്ങനെ കയറി വരുമ്പോൾ അവിടെ ബാക്കി ഉണ്ടാവുക നെഗറ്റീവാണ്. ഇപ്പം രണ്ടാളുകളുണ്ട്. ഇപ്പുറത്ത് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച ആളും അപ്പുറത്ത് എർത്ത് ചെയ്തതും ഉണ്ട് അല്ലേ? ആരാദ്യം ഒഴിവാക്കുക? എർത്തിങ്ങിന് ആദ്യം ഒഴിവാക്കണം. ഈ എർത്തിങ് ആദ്യം ഒഴിവാക്കാതെ മറ്റത് ഒഴിവാക്കിയാലുള്ള പ്രശ്നം, ആ ഇപ്പം അവിടെ ഉള്ള നെഗറ്റീവ് ചാർജ് ബൗണ്ടഡ് അല്ലാതാവും. അപ്പോൾ അത് എർത്തിക്കാണ് പോകും. അപ്പോൾ ആദ്യം നമ്മൾ ഇനി എന്ത് ചെയ്യും? എർത്തിങ് ഒഴിവാക്കും. എന്നിട്ടാണ് ഇൻഡ്യൂസ് ചെയ്യുന്ന ആ ചാർജിനെ ഒഴിവാക്കുക. അപ്പോൾ എർത്തിങ് ഒഴിവാക്കിയാൽ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ചാർജിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ബാക്കി വരുന്നത് നെഗറ്റീവ് ചാർജുകളാണ്. അപ്പോൾ ആ നെഗറ്റീവ് ചാർജുകൾ യൂണിഫോം ആയിട്ട് നിൽക്കും. കാരണം ബി സി ഒരു കണ്ടക്ടറാണ്. അപ്പോൾ ഇതാണ് നമുക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി കൊണ്ടുവരാനുള്ള വഴി. ഇനി നോക്കൂ, ഇത് നമ്മളെ ടെക്സ്റ്റിലുള്ളതാണ്. ഒരേ സമയം രണ്ട് ബോഡികൾക്ക് നമ്മൾ എങ്ങനെയാണ് ചാർജ് കൊടുക്കുക? ഇവിടെ നോക്കിയാൽ ഇത് രണ്ട് കണ്ടക്ടറാണ്. ഈ കണ്ടക്ടർ ടച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റ ബോഡി പോലെ ആവും, ഒരു ബോഡി പോലെ. കാരണം കണ്ടക്ഷൻ ആണ് അവിടെ നടക്കുക. അത് നമ്മൾ പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്ത് വെച്ചാൽ ആരെ ടച്ച് ചെയ്ത് വെക്കണം? കണ്ടക്ടേഴ്സിനെ ടച്ച് ചെയ്ത് വെച്ചാൽ ഒറ്റ ബോഡി പോലെ ആവും. എന്നിട്ട് ഞാനിവിടെ പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവന്നാൽ ഈ ഭാഗത്ത് നെഗറ്റീവും ഈ ഭാഗത്ത് പോസിറ്റീവും ഉണ്ടാവും. ഇനി ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഇതിവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാനിതിനെ മെല്ലെ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്തു. അത് സെപ്പറേറ്റ് ചെയ്താൽ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും അങ്ങനെ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഈ പോസിറ്റീവ് ചാർജിന് ഇവിടെ എർത്തിങ് ഇല്ല, ഈ ഇൻഡ്യൂസ് ചെയ്യാൻ കൊണ്ടുവന്ന ചാർജിന് എന്ത് ചെയ്തു? നമ്മൾ ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ നെഗറ്റീവ് ചാർജ് ബൗണ്ടഡ് അല്ല. അപ്പോൾ ഇതാണ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അപ്പോൾ ഇതുമല്ല ഡിസ്ട്രിബ്യൂട്ടഡ് ആവുക. കാരണം ഇപ്പോൾ ഇത് ടച്ച് ഇല്ല. ടച്ച് ചെയ്താൽ എന്താ കുഴപ്പം? അത് കണ്ടക്ഷൻ ആയിട്ട് മാറും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അത് ന്യൂട്രലൈസ് ചെയ്യും. കാരണം അത് കണ്ടക്ടേഴ്സാണ്.
അപ്പോൾ ഇത് ടച്ച് ചെയ്യാതെ നിർത്തിക്കഴിഞ്ഞാൽ ഇതിൽ നെഗറ്റീവും ഇതിൽ എന്ത് കിട്ടും, പോസിറ്റീവും കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചാർജുകൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന ഇൻഡക്ഷൻ വഴി ഒരു ബോഡിയെ ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പല വിധത്തിലൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഉള്ളത്. ഈ ഒരു നോട്ട് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നോക്കുക. ഇപ്പോൾ ഇലക്ട്രോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻഡക്ഷൻ വഴി ചാർജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത പിക്ചറിലൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അതെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കുക കേട്ടോ നിങ്ങൾ. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതാണ്, ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. എന്തൊക്കെയാണ് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഒന്ന് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്. രണ്ട് അഡിറ്റീവ് പ്രോപ്പർട്ടി. മൂന്ന് കൺസർവേഷൻ ഓഫ് ചാർജ്. നാല് സ്പീഡ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾക്ക് ബോർഡ് എക്സാമിന് ഇതുവരെ പറഞ്ഞതൊക്കെ ജസ്റ്റ് തിയറികളാണ്. ബോർഡ് എക്സാമിന് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം വരുന്നത് ഈ ഭാഗത്തു നിന്നാണ്. ബേസിക് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, അടുത്തതോ അഡിറ്റീവ് പ്രോപ്പർട്ടി, അടുത്തത് കൺസർവേഷൻ ഓഫ് ചാർജ്, അടുത്തത് സ്പീഡ് ഇൻഡിപെൻഡൻസ്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ പോർഷൻസ് ഒക്കെ വിട്ട് ഇനി ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഒരു ബോഡി ചാർജ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴിയാണ് അല്ലേ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ ഒരു ഇലക്ട്രോൺ പോവാം, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ പോവാം, 3 ഇലക്ട്രോൺ പോവാം, അര ഇലക്ട്രോൺ പോകാൻ പറ്റുമോ? ഇല്ല. ഒരു 1/4 ഇലക്ട്രോൺ പറ്റില്ല. ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഇലക്ട്രോൺസേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ബോഡിയുടെ ചാർജ് എന്ന് പറയുന്നത് എന്താവും, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിൻ്റെ ചാർജ് ആയിരിക്കും. കാരണം ഇലക്ട്രോൺ ഇന്റഗ്രൽ മൾട്ടിപ്പിളിലെ ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇങ്ങനെ പറയാം, ചാർജ് ഓൺ എനി ബോഡി ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 1 ഇലക്ട്രോണിക് ചാർജ്. എങ്ങനെ പറയാം, ചാർജ് ഓൺ എനി ബോഡി ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 1 ഇലക്ട്രോണിക് ചാർജ്. ഇതിനെയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മളൊരു ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റും. നോക്കൂ, Q ഈക്വൽ ടു +or-E ആവാം, +or-2E ആവാം, +or-3E ആവാം, +or-NE ആവാം. അപ്പോൾ Q ഈക്വൽ ടു +or-NE. എന്താ ഞാൻ ഇക്വേഷൻ പറഞ്ഞത്, Q ഈക്വൽ ടു +or-NE. ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിന്റെ ഇക്വേഷൻ. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. E എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ് കാണിക്കുന്നത് കേട്ടോ. E എന്ന് കാണിക്കുന്നത് 1.6 × 10⁻⁹ കൂളംബ് ആണ്. അപ്പോൾ എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിന്റെ ഇക്വേഷൻ, Q ഈക്വൽ ടു +or-NE. ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, നമുക്ക് 2/3E പറ്റുമോ? ഇല്ല. 1/4E പറ്റൂല. 2/5E ഇതൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയതിൻ്റെ ഡെഫിനിഷൻ, ചാർജ് ഓൺ എനി ബോഡി ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 1 ഇലക്ട്രോണിക് ചാർജ്. തീർന്നു. എന്താണ് ഇതിൻ്റെ ഇക്വേഷൻ, Q ഈക്വൽ ടു +or-NE. അപ്പോൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് തീർന്നു. പക്ഷേ നമ്മുടെ വിചാരം ഇലക്ട്രോൺ ആണ് ഏറ്റവും ചെറിയ ചാർജുള്ള ബോഡി എന്നായിരുന്നു. എന്നാൽ അതിനുശേഷം നമ്മളിത് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇത് ശരിക്കും പഠിക്കാനുള്ള നമ്മൾ ബാക്കിൽ എക്സസൈസിൽ വരുന്ന ഒരു ചോദ്യമായിരുന്നു. ഈ ഫ്രാക്ഷണൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ വരുന്ന സബാറ്റമിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോൾ അത് നമുക്ക് പഠിക്കാനുള്ള കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താനേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ക്വാർക്ക് എന്ന് വിളിക്കുക. അപ്പോൾ ക്വാർക്കിന്റെ ചാർജ് വരുന്നത് 1/3E വരുന്നുണ്ട്, അല്ലെങ്കിൽ 2/3E വരുന്നുണ്ട്. അപ്പ് ക്വാർക്ക് എന്നും ഡൗൺ ക്വാർക്ക് എന്നൊക്കെ വിളിക്കും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നുള്ളത് ഒരു E 2E എന്നുള്ളതിന് പകരം ആ ഇക്ക് പകരം ഏറ്റവും ചെറുത് 1/3E എന്നായതേ ഉള്ളൂ. അപ്പോൾ 1/3E ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾ ആവും. അപ്പോഴും ക്വാണ്ടൈസേഷൻ ഇല്ലാതാവണില്ല. നമ്മൾ ഏറ്റവും ബേസിക് E എന്നതിൽ പറഞ്ഞതിന് പകരം 1/3E എന്നാക്കണമെന്നേ ഉള്ളൂ. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിന് ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല, മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. അപ്പോൾ ക്വാർക്ക് എന്ന് പറഞ്ഞാൽ ആരാ,
ഫ്രാക്ഷണൽ ഇലക്ട്രോണിക് ചാർജ് ഉള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാർക്ക് എന്ന് വിളിക്കുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ. ഒരു പ്രോപ്പർട്ടി കഴിഞ്ഞു, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അടുത്തത് വരുന്നത് അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ്. വാട്ട് ഈസ് മെന്റ് ബൈ അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ചാർജസ്? എന്താണ് അഡിറ്റീവ് പ്രോപ്പർട്ടി? ഇപ്പൊ എൻ്റെ ദേഹത്ത് നോക്കൂ, ഒരു +1 കൂളംബ് ഉണ്ട്, ഒരു -3 കൂളംബും ഉണ്ട്. ആരൊക്കെയുള്ളത്? ഒരു +1 കൂളംബും ഒരു -3 കൂളംബും. ഒന്ന് കൊടുത്തു +1 കൂളംബ്, പിന്നെ ഒരു -3 കൂളംബ് കൊടുത്താൽ എൻ്റെ ടോട്ടൽ ചാർജ് കാണാൻ വളരെ സിമ്പിൾ. അത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. നമുക്കറിയാം ഈ ചാർജ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. +1 കൂളംബും പിന്നെ -3 കൂളംബും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എത്രയാണ് വരിക? -2 കൂളംബാണ് വരിക. അപ്പോൾ എന്താണ് അഡിറ്റീവ് പ്രോപ്പർട്ടി? ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്. ഓരോ ചാർജുകളും നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അതാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി. എന്താ ഞാൻ പറഞ്ഞത്? ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്. ഇതിനെയാണ് നമ്മൾ അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ എന്ത് ചെയ്യുന്നു? ചാർജ് കൺസർവേഷൻ. കൺസർവേഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് എനർജി, ഇതൊക്കെ പഠിച്ചിട്ടില്ലേ? അതേപോലെ തന്നെ കൺസർവേഷൻ ഓഫ് ചാർജ്. ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറയാം, ചാർജ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് എ കോൺസ്റ്റന്റ്. രണ്ട് വിധത്തിൽ പറയാം. എങ്ങനെ കൺസർവേഷൻ ഓഫ് ചാർജ് പറഞ്ഞത്? ചാർജ് can neither be created nor be destroyed. It can be transferred from one body to another body. അല്ലെങ്കിൽ എങ്ങനെയാ പറയാം? Total charge of an isolated system is a constant. ഇതാണ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കൂ, വാട്ട് ഈസ് മെന്റ് ബൈ സ്പീഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്? സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യൂല, അത്രയേ ഉള്ളൂ കാര്യം. പക്ഷെ നമുക്കറിയാം മാസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ മാസ് എന്ത് ചെയ്യും? കൂടും. നമ്മുടെ മാസ് ഇപ്പം ലൈറ്റിൻ്റെ വെലോസിറ്റിയിലൊക്കെ നമ്മൾ നീങ്ങാൻ തുടങ്ങിയാൽ നമ്മുടെ മാസ് ഇൻഫിനിറ്റി ആവും. അപ്പം മാസ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ വേഗത കൂടിയാൽ നമ്മുടെ മാസ് കൂടും. നമുക്കറിയാം വേഗത കൂടി കഴിഞ്ഞാൽ ടൈം കുറയും. ഇതൊക്കെ നമ്മൾ ആപേക്ഷികതാ സിദ്ധാന്തം അല്ലെങ്കിൽ റിലേറ്റിവിസ്റ്റിക് തിയറിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പക്ഷേ ഈ ഒരു ഡിപ്പെൻഡൻസ് എന്ത് ചെയ്യുന്നില്ല? ചാർജിൽ വരുന്നില്ല. ചാർജ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സ്പീഡ്, ബട്ട് മാസ് ഡിപ്പെൻഡ്സ് ഓൺ സ്പീഡ്. ഇതാണ് സ്പീഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസിൽ 4 എണ്ണം. ഒന്നാരാ? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അടുത്തതോ നമ്മൾ പറഞ്ഞത് അഡിറ്റീവ് പ്രോപ്പർട്ടി. അടുത്തത് കൺസർവേഷൻ ഓഫ് ചാർജ്. അടുത്തത് സ്പീഡ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇവിടുന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരാവുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജുമായി ബന്ധപ്പെട്ട എന്തായിരുന്നു? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിൻ്റെ ഇക്വേഷൻ Q = ± NE. നോക്കൂ, ഇപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ഇലക്ട്രിക് ചാർജും മാസും തമ്മിലുള്ള ഡിഫറൻസ് പറയാം. ഇനി ഓരോ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ഇൻ എ മോളിക്യൂൾ ഓഫ് വാട്ടർ? ഒരൊറ്റ മോളിക്യൂൾ വാട്ടർ എടുത്താൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്? H2O ആണല്ലോ. ഹൈഡ്രജൻ 2, അതിൽ 2 ഇലക്ട്രോൺ വരും. 2 ഇലക്ട്രോണും ഉണ്ട്, 2 പ്രോട്ടോണും ഉണ്ട്. ഓക്സിജനിൽ നോക്കൂ, നമുക്ക് 8 ഇലക്ട്രോൺ വരുന്നുണ്ട്, 8 പ്രോട്ടോണും. അപ്പോൾ ടോട്ടൽ ഒരു H2Oയിൽ 10 ഇലക്ട്രോൺ വരും, 10 പ്രോട്ടോണും വരും. അപ്പോൾ നമുക്ക് അത് കിട്ടി. അത് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് കേട്ടോ. ഹൗ മെനി മോളിക്യൂൾസ് ആർ ദർ ഇൻ 18 gram ഓഫ് വാട്ടർ? 18 എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് അല്ലേ? 18 gram എന്ന് പറഞ്ഞാൽ ഒരു മോളായി. ഒരു മോൾ എന്ന് പറഞ്ഞാൽ NA പാർട്ടിക്കിൾസ് ആണ്, അവഗാഡ്രോസ് നമ്പർ. ഒരു ക്വസ്റ്റ്യൻക്കാണത് വരുന്നത്, അതുകൊണ്ടാണ് അതിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് വരികയാണ്. നോക്കൂ, ഇതാണ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ ദർ ഇൻ 250 gram ഓഫ് വാട്ടർ? ഈ രീതിയിലല്ല ടെക്സ്റ്റിലുള്ളത് കേട്ടോ. ടെക്സ്റ്റിൽ ചോദ്യം ഇതാണ്: ഒരു കപ്പ് ചായ നിങ്ങൾ എടുത്താൽ, അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, എത്ര പ്രോട്ടോൺസ് ഉണ്ട്, അതിൻ്റെ ചാർജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ അവർ അസ്യൂം ചെയ്തിട്ടുണ്ട് 250 gram ആണ് ഏകദേശം വെള്ളം വരിക. അപ്പോൾ 250 gram നോക്കണം. 18 ഗ്രാമിൽ NA മോളിക്യൂൾസ് ആണ്. ഒരു മോളിക്യൂളിൽ 10 ഇലക്ട്രോൺ ആണെങ്കിൽ 18 ഗ്രാമിൽ 10 × NA നമ്പർ ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നോക്കൂ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരിക 250 ഗ്രാമിലാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 250 ഗ്രാമിൽ
18 10 into n ആണെങ്കിൽ 250 250 divided by 18 into 10 into n അത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും. അത്ര തന്നെ പ്രോട്ടോൺസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻ യഥാർത്ഥത്തിൽ ടെക്സ്റ്റിൽ ഇതാണ്. എത്രയാണ് അവിടെ ചാർജ് ഉള്ളത്? ഇങ്ങനെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റു ആ എണ്ണം ഇൻറ്റു എത്ര ചാർജ് ഒരാളത് 1.6 into 10⁻⁻⁻⁹ Coulomb അത് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് കിട്ടും. പോസിറ്റീവ് ചാർജും അത് തന്നെയാണ് വരിക. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇത് വളരെ രസകരമായൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെൻ 2 bodies are put in electrical contact, 2 ബോഡികളെ നമ്മൾ കോണ്ടാക്റ്റിൽ വെച്ചു. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് 10⁻⁹ ഇലക്ട്രോൺസ് 10⁻⁹ ഇലക്ട്രോൺസ് എന്ന കോടിക്കണക്കിന് ഇലക്ട്രോൺസ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കോണ്ടാക്റ്റിൽ വെച്ചു. ഇലക്ട്രോൺസ് മൂവ് ഫ്രം വൺ ടു ദ അതർ ഈച്ച് സെക്കൻഡ്. ഓരോ സെക്കൻഡിലും കോടിക്കണക്കിന് ഇലക്ട്രോൺസ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ then calculate the time in which 1 Coulomb of charge is transferred. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. 1 കൂളംബ് ചാർജ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. 1000 ആനകള് തമ്മിൽ വലിച്ചാലുണ്ടാവുന്ന ഫോഴ്സ് ആണ് 2 കൂളംബ്. 1 കൂളംബ് തമ്മിലുള്ള ഫോഴ്സ് വളരെ വലുതാണ്. അത് കാണിക്കുന്ന ഒരു ചോദ്യമാണത്. അപ്പോൾ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഓരോ സെക്കൻഡിലും കോടിക്കണക്കിന് 10⁻⁹ ഇലക്ട്രോൺസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് വഴി 1 കൂളംബ് ആവാൻ എത്ര സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ? ഒരു ദിവസം വേണ്ടി വരില്ല. കാരണം കുറേ ഇലക്ട്രോൺസ് പോണില്ലേ, പോരാ, ഒരു ദിവസം പോരാ. ഇതിൻ്റെ ആൻസർ വരുന്നത് 200 വർഷമാണ്. 200 വർഷം ഓരോ സെക്കൻഡിലും 10⁻⁹ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടാൽ മാത്രമേ ഒരു ബോഡിയിൽ 1 കൂളംബ് ചാർജ് ആവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നോക്കൂ, നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കാണുമ്പോൾ നോക്കാം. റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ് 10⁻⁹ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ചാർജ് എത്രയാ? 1.6 into 10⁻⁻⁹ Coulomb per second ആണ്. ഇനി ടൈം ടേക്കൺ കാണണമെങ്കിൽ ചാർജ് ട്രാൻസ്ഫേർഡ് ഡിവൈഡഡ് ബൈ റേറ്റ് അറ്റ് വിച്ച് ചാർജ് ഈസ് ട്രാൻസ്ഫേർഡ് കൊടുത്താൽ മതി. എത്രയാ ചാർജ് ട്രാൻസ്ഫർ ചെയ്യപ്പെടേണ്ടത്? 1 കൂളംബ് ആണ് അല്ലേ. 1 കൂളംബ് ഡിവൈഡഡ് ബൈ 10⁻⁹ into 1.6 into 10⁻⁻⁹ Coulomb per second കൊടുത്താൽ സെക്കൻഡിലാണ് ടൈം കിട്ടുക. സെക്കൻഡിൽ ടൈം കിട്ടിയതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു മിനിറ്റിലാക്കണമെങ്കിൽ ഡിവൈഡർ ബൈ എന്ത് കൊടുത്താൽ മതി? 60 കൊടുത്താൽ മതി. അവറിലാക്കണമെങ്കിൽ വീണ്ടും ഒരു 60 കൊടുക്കുക. ഡേയിൽ കിട്ടണമെങ്കിൽ വീണ്ടും ഡിവൈഡർ ബൈ 24 കൊടുക്കുക. അത് ഇയറിൽ കിട്ടണമെങ്കിൽ വീണ്ടും ഡിവൈഡർ ബൈ 365 കൊടുത്താൽ അവിടെ നമുക്ക് 198 ഇയേഴ്സ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 200 ഇയേഴ്സ് എന്ന ആൻസർ കിട്ടും. അപ്പോൾ 1 കൂളംബിൻ്റെ ഒരു ബാഹുല്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇപ്പം ചോദിച്ചത്. ഇനി കൂളംസ് ലോ, വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, എന്താണ് കൂളംസ് ലോ? കൂളംസ് ലോ എന്ന് പറയുന്നത് 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ കാണിക്കുന്ന ലോ ആണ്. ആര്? കൂളംസ് ലോ. നോക്കൂ, state and explain Coulomb's inverse square law. The force of attraction or repulsion between 2 point charges, point charge എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, is directly proportional to the product of the charges and inversely proportional to the square of the distance between them and force acted along the line joining the 2 charges. 2 ചാർജുകൾ വെച്ചു, Q1 Q2. ചാർജുകൾ ആരൊക്കെയാ? Q1 Q2. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആരാ? R ആണെങ്കിൽ അവർ തമ്മിലുള്ള അട്രാക്റ്റീവോ അല്ലെങ്കിൽ റിപ്പൾസീവോ ആയിട്ടുള്ള ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് കൂളംസ് ലോ. അപ്പോൾ ആ F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആണ്. F directly proportional to 1/r², inversely proportional to the square of the distance ആണ്. അപ്പോൾ ഇതാണ്
കൂളംസ് ലോ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ കൺസിഡർ ടു ചാർജസ് Q1 ആൻഡ് Q2 സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R. ലെറ്റ് F ബി ദ ഫോഴ്സ് ബിറ്റ്വീൻ ദം. ദെൻ നോക്കൂ, F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2, F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by R square, F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 by R square. അവിടെ ഒരു കോൺസ്റ്റന്റ് വന്നു K. ആ K വരുന്നത് നോക്കൂ, where K is a constant which depends on the system of units and nature of the medium. മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഇതേപോലെ കണ്ടിരുന്ന മുമ്പത്തെ ഒരു ഫോഴ്സ് ആയിരുന്നു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ലായിരുന്നു. പക്ഷേ കൂളംബിക് ഫോഴ്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ കോൺസ്റ്റന്റ് എത്രയാണെന്നറിയോ? 1/4πε0. നമ്മൾ ഇനി അങ്ങോട്ട് സ്ഥിരം കാണാൻ പോകുന്നൊരു കോൺസ്റ്റന്റ് ആണ്. ആരാണ്? 1/4πε0. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G വന്നിരുന്നില്ലേ, ക്യാപിറ്റൽ G. അതേപോലെ ഇവിടെ ആരാണ്? 1/4πε0. ഈ 1/4πε0ന്റെ വാല്യൂ എത്രയാണെന്നറിയോ? 9 × 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ് വരിക. ആരാ കോൺസ്റ്റന്റ് വന്നത്? 1/4πε0. എന്താ വായിക്കുക? ε0. അപ്പൊ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ പറയാം, 1/4πε0 × Q1 Q2 by R square. എത്രയാ ഫോഴ്സിന്റെ ഇക്വേഷൻ? 1/4πε0 × Q1 Q2 by R square. എത്രയാ 1/4πε0ന്റെ വാല്യൂ? 9 × 10⁹. എത്രയാ? 9 × 10⁹. ആരാണ് ε0? is the absolute permittivity of air or free space. നമ്മൾ ഈ രണ്ട് ചാർജുകൾ ഇപ്പോൾ വെച്ചിട്ടുള്ളത് വാക്വത്തിലാണ്, അല്ലെങ്കിൽ എയറിലാണ്, അല്ലെങ്കിൽ ഫ്രീ സ്പേസ് എന്ന് പറയും. എയറും വാക്വം ഒക്കെ ഒരേപോലെ എടുക്കുകയാണ്, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ε0 എന്താണ് പറഞ്ഞത്? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്വം. എന്താണ് ഈ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി? അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ മാഗ്നറ്റിസം അറിഞ്ഞാൽ മതി. നമുക്കറിയാം, ഒരു മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ അറിയാലോ നമുക്ക്. അതേപോലെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ആരുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, നമ്മളിപ്പോൾ ഒരു മാഗ്നറ്റ് ഒരു ഇരുമ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അയൺ പീസ് എന്താവും? മാഗ്നറ്റായിട്ട് മാറും. അതാവാനുള്ള കാരണം ആ മാഗ്നറ്റ് കാരണത്താലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആ അയൺ പീസിലൂടെ കയറിപ്പോയി അതൊരു മാഗ്നറ്റായി മാറിയതാണ്. ഇതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മെറ്റീരിയൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ എത്രമാത്രം പെർമിറ്റ് ചെയ്യും അതിനകത്തൂടെ പോവാൻ എന്ന് കാണിക്കുന്ന ആളാണ് ആര്? ε0. ആരാണ്? ε0. എന്താ ε0ന്റെ പേര്? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പറയൂ, എന്തായിരുന്നു കൂളംസ് ലോന്റെ ഇക്വേഷൻ? 1/4πε0 × Q1 Q2 by R square. ആരാണ്? 1/4πε0 × Q1 Q2 by R square. അപ്പോൾ നമുക്ക് 1/4πε0ന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടല്ലോ. എത്രയാത്? 9 × 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ അല്ലേ? ആണ്. അവിടുന്ന് ε0ന്റെ വാല്യൂ ഉണ്ടാക്കാം. എത്ര ε0ന്റെ വാല്യൂ എന്നറിയോ? 8.854 × 10⁻⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ ഫാരഡ് പെർ മീറ്റർ. അതിപ്പോൾ നോക്കണ്ട കേട്ടോ, അടുത്ത ചാപ്റ്ററിൽ നമുക്കത് മനസ്സിലാവുക. അപ്പോൾ എത്രയാ ε0ന്റെ വാല്യൂ കിട്ടിയേ? 8.854 × 10⁻⁻12. എത്രയായിരുന്നു 1/4πε0ന്റെ വാല്യൂ? 9 × 10⁻⁹. ε0 8.854 × 10⁻⁻12. മറന്നു പോകരുത്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആവർത്തിക്കുന്നത് കേട്ടോ, ബോറടിക്കരുത്. നോക്കുക, ഈ രണ്ട് ചാർജുകളെ നമ്മൾ വാക്വത്തിലല്ല ഒരു മീഡിയത്തിലാണ് വെച്ചതെങ്കിൽ, വാക്വത്തിൽ വെച്ചപ്പോൾ എന്തായിരുന്നു നമ്മൾ ഇക്വേഷൻ? 1/4πε0 × Q1 Q2 by R square. അതല്ല ഒരു മീഡിയത്തിലാണ് വെച്ചതെങ്കിൽ ഫോഴ്സിൽ വന്ന മാറ്റം നോക്കിയാ 1/4πε Q1 Q2 by R square. എന്താ ഫോഴ്സിന്റെ ഇക്വേഷൻ വരിക? 1/4πε Q1 Q2 by R square എന്നാണ് ഇക്വേഷൻ വരിക. അങ്ങനെയാണെങ്കിൽ where epsilon is the absolute permittivity of medium. ε0 ആരായിരുന്നു?
അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണെങ്കിൽ എപ്സിലോൺ ആരാ? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം to that of absolute permittivity of air or vacuum is called relative permittivity epsilon r. Epsilon r എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പുതിയൊരു ടേം ഉണ്ടാക്കിയതാണ്. ആരാണ്? എപ്സിലോൺ ആർ. ആരാ എപ്സിലോൺ ആർ? നോക്കൂ, എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 അല്ലെങ്കിൽ എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ 0 എപ്സിലോൺ ആർ. മൂന്നാളുകൾ. ഒന്നാരാ? എപ്സിലോൺ 0. അതാരാ? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ആരാ? എപ്സിലോൺ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. ആരാ? എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. എങ്ങനെയും കൂടെ എഴുതാം. അത് എഴുതുന്നത് എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ 0 എപ്സിലോൺ ആർ. എങ്ങനെ എഴുതാം? എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ 0 എപ്സിലോൺ ആർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്? അത് എപ്സിലോൺ 0ന്റെ വാല്യൂ ആണ്. 8.854 × 10⁻⁻12. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് എപ്സിലോൺ 0? എപ്സിലോൺ 0ന്റെ യൂണിറ്റ് നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കാം അല്ലേ? കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് വരിക കേട്ടോ. കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇവിടെ മുകളിൽ എഴുതിയ യൂണിറ്റ് ഒന്ന് തെറ്റുണ്ടാവും കേട്ടോ. കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് വരിക. ശ്രദ്ധിക്കണം കേട്ടോ. വാട്ട് ഈസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എപ്സിലോൺ 0? നമുക്ക് ചാർജിന്റെ ഡയമെൻഷണൽ ഫോർമുല AT എന്ന് എഴുതാം. കാരണം കറണ്ട് ഉണ്ടല്ലോ, കറണ്ട് I ഈക്വൽ ടു Q/T. അപ്പോൾ അവിടുന്ന് I ഈക്വൽ ടു Q/Tയിൽ ആ I × T ഇങ്ങോട്ട് കൊടുത്താൽ Q കിട്ടും. അപ്പോൾ ഈ ചാർജിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് AT ആണ്. AT × AT ഡിവൈഡഡ് ബൈ ഫോഴ്സിൻ്റെത് mL/2. അതേപോലെ ഇതിൻ്റെത് മീറ്റർ സ്ക്വയറിൻ്റെത് L² ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡയമെൻഷണൽ ഫോർമുല കിട്ടും. ഇനി നോക്കും, നമ്മൾ ചില ആളുകളുടെ എപ്സിലോൺ ആർ അറിഞ്ഞിരിക്കണം. അതിൽ എനിക്ക് ഏറ്റവും വേണ്ടത് ആരാന്നറിയോ? മെറ്റൽ. മെറ്റലിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ അല്ല, എപ്സിലോൺ 0 അല്ല, മറിച്ച് ആരാ? എപ്സിലോൺ ആർ ആണ്. മെറ്റലിൻ്റെ എപ്സിലോൺ ആർ വരുന്നത് ഇൻഫിനിറ്റി ആണ്. എത്രയാണ്? ഇൻഫിനിറ്റി. അതേപോലെ വാട്ടറിൻ്റെത് 80 ആണ്. വാട്ടറിൻ്റെ എത്രയാ? 80. അതേപോലെ എയറിൻ്റെത് അല്ലെങ്കിൽ വാക്വത്തിൻ്റെത് 1 ആണ്. എയറിൻ്റെത് അല്ലെങ്കിൽ വാക്വത്തിൻ്റെ എത്രയാണ്? 1 ആണ് വരുന്നത്. അപ്പോൾ ഒരു 3 വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഒന്ന് മെറ്റലിൻ്റെത് ഏത് വാല്യൂ ആണ്? എപ്സിലോൺ ആർ. അപ്പോൾ എപ്സിലോൺ ആറിൻ്റെത് വരുന്നത് മെറ്റൽ ആണെങ്കിൽ ഇൻഫിനിറ്റി, വാട്ടർ ആണെങ്കിൽ 80, അതേപോലെ തന്നെ എയർ ആണെങ്കിൽ എത്രയാണ്? 1 ആണ് വരുന്നത്. ഇനി നോക്കൂ, നമ്മൾ ഒരു മീഡിയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഒരു എയറിൽ അല്ലെങ്കിൽ വാക്വത്തിൽ വെച്ച ഫോഴ്സ്, ആ ഫോഴ്സ് വരുന്നത് 1/4πε0 × Q1 Q2/r² അല്ലേ? ആണ്. മീഡിയം ആണെങ്കിലോ 1/4πε × Q1 Q2/r². അപ്പോൾ നമ്മൾ വാക്വമുള്ള സ്ഥലത്ത് ഒരു മീഡിയം കൊടുന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും എന്നാണ് അറിയേണ്ടത്. നോക്കാം. മീഡിയത്തിൻ്റെ ഇക്വേഷൻ എന്താ? 1/4πε0 εr Q1 Q2/r². എയറോ 1/4πε0 Q1 Q2/r². ഇത് ഡിവൈഡ് ചെയ്താൽ F മീഡിയം ബൈ F എയർ ഈക്വൽ ടു 1/εr എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ F മീഡിയം ഈക്വൽ ടു F എയർ ബൈ എപ്സിലോൺ ആർ. F മീഡിയം ഈക്വൽ ടു ആരാ? F എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ. എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിക്രീസസ് ബൈ 1/εr ടൈംസ്. ഫോഴ്സ് ഡിക്രീസസ് ടു 1/εr ടൈംസ്. എന്താ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത്? F മീഡിയം ഈക്വൽ ടു F എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ. ഫോഴ്സ് ഡിക്രീസസ് ടു 1/εr ടൈംസ്. ഓർത്ത് വെക്കണം കേട്ടോ, നിർബന്ധമാണ്. F മീഡിയം ഈക്വൽ ടു F എയർ ഡിവൈഡഡ് ബൈ 1/εr എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി നോക്കൂ,
ഈ ഒരു ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ വൈ കോപ്പർ സൾഫേറ്റ് CuSO4 molecules ionize easily in water. ഇപ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ Cu2+ SO4 2- ആണ്. ഈ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിൽ ഇതൊരു ഒറ്റ ഒരാളായി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് വെള്ളത്തിലിട്ടാൽ നമുക്കറിയാം Cu2+ ആവും, SO4 2- അയോൺസ് ആയിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കാനുള്ള കാരണം ഇത് വാക്വത്തിലുള്ള ഫോഴ്സാണ്. വെള്ളത്തിലിട്ടാൽ അതിനിടയിൽ മീഡിയം വന്നു. മീഡിയം വന്നാൽ വാട്ടറിൻ്റെ എപ്സിലോൺ r എത്രയാ? 80 ആണ്. അപ്പോൾ ആദ്യമുള്ള ഫോഴ്സിനേക്കാൾ എഫ് ആണെങ്കിൽ F/80 ആയിട്ട് മാറും. F/80 ആയി എന്ന് പറഞ്ഞാൽ അവിടെ ഫോഴ്സ് കുറഞ്ഞു, 80 ടൈംസ് കുറഞ്ഞു. അപ്പോഴാണ് ഇത് രണ്ടായിട്ട് നിന്നത്. Cu2+ഉം SO4 2- നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അയണൈസ് ചെയ്യാൻ കാരണം മീഡിയം വന്നു. മീഡിയം വന്നപ്പോൾ അവിടെ ഫോഴ്സ് കുറഞ്ഞു. ഇനി മറ്റൊരു മീഡിയം വരികയാണ്. നോക്കൂ, വാട്ട് ഹാപ്പൻസ് ടു ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് സിറ്റുവേറ്റഡ് ഇൻ എയർ വെൻ എ മെറ്റൽ പ്ലേറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ് ബിറ്റ്വീൻ ദം. മെറ്റലിൻ്റെ എപ്സിലോൺ r എത്രയാ? ഇൻഫിനിറ്റി. അത് ഓർക്കണം. അപ്പോൾ രണ്ട് ചാർജ് ഉണ്ട്, അതിനിടയിൽ ഒരു മെറ്റൽ പ്ലേറ്റ് ആണ് വെച്ചതെങ്കിൽ 1/∞ ടൈംസ് ആവും. 1/∞ എത്രയാ? 0. അപ്പോൾ ഫോഴ്സ് എത്രയാവും? 0 ആവും. അപ്പോൾ നിങ്ങൾ മീഡിയം വെച്ചാൽ ഫോഴ്സ് കുറയും. ആ മീഡിയം മെറ്റൽ ആണെങ്കിൽ കുറഞ്ഞ് അത് 0 ആവും എന്നർത്ഥം. ആ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. ഇനി നമുക്ക് കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം. വെക്ടറിൽ എങ്ങനെയാണ് നമ്മൾ കൂളംസ് ലോനെ എഴുതുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾ ഇവിടെ ഒരു Q1 ചാർജ് കാണുന്നുണ്ടാവും, അവിടെ ഒരു Q2 ചാർജ് കാണുന്നുണ്ട്. ഇതാണ് ഒറിജിൻ എങ്കിൽ ഈ ഒറിജിന് ഈ പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടറാണ് വെക്ടർ R1. ആ രണ്ടാമത്തെ ചാർജിലേക്കുള്ള പൊസിഷൻ വെക്ടറാണ് ആര്? വെക്ടർ R2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഈ 1-ൽ നിന്ന് 2-ലേക്കുള്ള ആ ഡയറക്ഷനാണ് വെക്ടർ R21 എന്ന് കാണിക്കുക. അവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ വെക്ടർ R12. അപ്പോൾ 2-ലേക്ക് ഏതാ ഡയറക്ഷൻ? 2-ലേക്ക് വെക്ടർ R21. 1-ലേക്കുള്ളതോ വെക്ടർ R12. R21 എങ്ങനെ എഴുതാമെന്നറിയോ? വെക്ടർ R2 - വെക്ടർ R1. R12 എങ്ങനെ എഴുതാം? വെക്ടർ R1 - വെക്ടർ R2. അത് രണ്ടും ഓപ്പോസിറ്റ് ആണ്, ഒരേ മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്ടർ R21 - വെക്ടർ R12 എന്ന് എഴുതാം. അത് വെക്ടറാണ്, പക്ഷെ ആ ഡയറക്ഷൻ കാണിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? അതിൻ്റെ യൂണിറ്റ് വെക്ടർ എടുത്താൽ മതി. അപ്പോൾ 2-ലേക്കുള്ള ഡയറക്ഷൻ R21 ക്യാപ്, 1-ലേക്കുള്ള ഡയറക്ഷൻ R12 ക്യാപ്. ഇതാണ് വരിക. അപ്പോൾ നമുക്ക് ആ ഡയറക്ഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു F12 എന്ന് കാണുന്നുണ്ടാവും. F12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2. അപ്പോൾ F21 ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. ഇതാണ് വരിക. അത് രണ്ടും പോസിറ്റീവ് ആണെന്ന് കരുതൂ. പോസിറ്റീവ് ആണെങ്കിൽ ഇപ്പോൾ ഈ 1-ലുള്ള അത് പോസിറ്റീവാണ്, ആ പോസിറ്റീവ് 1-നെ ഇങ്ങോട്ട് തള്ളും. അപ്പോൾ 1-ലുള്ള ഫോഴ്സ് ആണ് F12. ആ F12 അങ്ങോട്ടാണ്. F21-നെ അങ്ങോട്ട് തള്ളും. അപ്പോൾ ഈ F12-ൻ്റെ ഡയറക്ഷനിലുള്ള ആ ഡയറക്ഷൻ ആരാ? R12 ക്യാപ്. F21-ൻ്റെ ഡയറക്ഷൻ ആരാ? R21 ക്യാപ്. അതാണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ വെക്ടർ ഫോമിൽ പെട്ടെന്ന് പറയാം. അപ്പോൾ F12-ൻ്റെ ഡയറക്ഷൻ വരുന്ന ആരാ? R12 ക്യാപ്. F21-ൻ്റെ ഡയറക്ഷൻ വരുന്നത് R21 ക്യാപ്. ആരാ F12 എന്ന് പറഞ്ഞാൽ? ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2. ആരാ? F21 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്ടർ ഫോമിൽ എങ്ങനെ എഴുതാമെന്നറിയോ? F12 വെക്ടർ F12 ഈക്വൽ ടു അപ്പോൾ നമ്മൾ വെക്ടർ F12 എഴുതുമ്പോൾ ആ ഡയറക്ഷൻ കാണണമെങ്കിൽ R12 ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ക്യാപ്പ് പറയുമ്പോൾ യൂണിറ്റ് വെക്ടർ ആണ് എന്ന് പറഞ്ഞാൽ 1 ആണ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ആ മാഗ്നിറ്റ്യൂഡിലൊന്നും മാറ്റം വരുന്നില്ല.
വെക്ടർ F12 എന്ന് പറയുമ്പോൾ ഇവിടെ R12 ക്യാപ്പ്, അപ്പോൾ Q1 Q2 ഡിവൈഡഡ് ബൈ R12 സ്ക്വയർ, അതൊക്കെ ഓക്കെയാണ്. അതേപോലെ F21 എന്ന് പറയുമ്പോൾ R21 ക്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ നമുക്കറിയാം R12 ക്യാപ്പ് ഈക്വൽ ടു മൈനസ് R21 ക്യാപ്പാണ്. അങ്ങനെയാണെങ്കിൽ വെക്ടർ F12 ഈക്വൽ ടു മൈനസ് വെക്ടർ F21 ആവണം. എന്ന് പറഞ്ഞാൽ കൂളംസ് ലോ ഒബേസ് ന്യൂട്ടൺസ് തേർഡ് ലോ. ഇത് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എന്നാണ് അർത്ഥം. അപ്പോൾ കൂളംസ് ലോ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ എന്ത് ചെയ്യും? ഒബേ ചെയ്യും എന്ന് മനസ്സിലായി. ഇനി നോക്കൂ, ഇനി നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളാണ്, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫൈൻ SI യൂണിറ്റ് ഓഫ് ചാർജ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബ് ആണല്ലോ. അപ്പോൾ 1 കൂളംബ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നോക്കൂ, നമ്മൾ ഈ ഇക്വേഷനിൽ 1/4πε0 Q1 Q2 by R സ്ക്വയറിൽ ഇവിടെ 1 കൂളംബ്, ഇവിടെ 1 കൂളംബ്, ഇവിടെ 1 മീറ്റർ കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ ഫോഴ്സ് 1/4πε0 എന്നാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ 9 × 10⁹ ന്യൂട്ടൺ ആണ്. 2 ഈക്വൽ ചാർജിനെ 1 മീറ്റർ അകലത്തിൽ വെച്ചപ്പോൾ ഫോഴ്സ് 9 × 10⁹ ന്യൂട്ടൺ ആണെങ്കിൽ ആ ചാർജ് 1 കൂളംബ് ആയിരിക്കും. എങ്ങനെ പറഞ്ഞേ? 2 equal charges when separated by a distance 1 meter experiences a force of 9 × 10⁹ Newton, then each charge is 1 coulomb. ഇങ്ങനെയാണ് നമ്മൾ 1 കൂളംബ് ചാർജിന് എന്ത് ചെയ്യുക? ഡിഫൈൻ ചെയ്യുക. ഇതൊക്കെ വേണമെങ്കിൽ അറിഞ്ഞിരിക്കാം. വാട്ട് ഈസ് ദ മെക്കാനിക്കൽ അനലോഗ് ഓഫ് കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പോലെയാണ് ഏത്? കൂളംസ് ലോ എന്ന് വരുന്നത്. ഇനി ഓരോ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അതിനു മുമ്പ് നമുക്കറിയേണ്ടത് ഇതാണ് കേട്ടോ. നോക്കൂ, ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്നാണ്. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? ഇപ്പം ഞാനൊരു ചാർജാണെന്ന് കരുതുക, എനിക്ക് ചുറ്റും 3 ചാർജുകൾ ഉണ്ടെങ്കിൽ അപ്പം എനിക്ക് എത്ര ഫോഴ്സ് അനുഭവപ്പെടും? 3 ഫോഴ്സുകൾ അനുഭവപ്പെടും. അങ്ങനെയാണെങ്കിൽ ആ 3 ഫോഴ്സുകളാണ് എൻ്റെ ടോട്ടൽ ഫോഴ്സ്. ആ 3 ഫോഴ്സുകളെയും നമ്മൾ വെക്ടർ പ്രകാരം ആഡ് ചെയ്യണം എന്നുള്ളതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഫോഴ്സ് ഓൺ എ ടോട്ടൽ ഫോഴ്സ് ഓൺ എ ചാർജ് ഈസ് ദ വെക്ടർ സം ഓഫ് ഈച്ച് ഫോഴ്സസ്. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. എന്താ പറഞ്ഞ്? ടോട്ടൽ ഫോഴ്സ് ഓൺ എ ചാർജ് ഈസ് ദ വെക്ടർ സം ഓഫ് ഈച്ച് ഫോഴ്സ്. ഇതിനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുക. അപ്പോൾ അത് അത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ നമ്മളത് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കാണണം. ഇപ്പോൾ നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ABC ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇവിടൊക്കെ ഓരോ ചാർജ് സ്മോൾ ക്യൂ വെച്ചിട്ടുണ്ട്. ആരാ വെച്ചത്? സ്മോൾ ക്യൂ. ആ സ്മോൾ ക്യൂ ആണെങ്കിൽ ഇവിടെ ഈ ഒരു സെൻട്രോയിഡിൽ ഞാനൊരു ക്യാപിറ്റൽ ക്യൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കോർണറിലും ആരാ? സ്മോൾ ക്യൂ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രോയിഡിൽ നമ്മളൊരു ക്യാപിറ്റൽ ക്യൂ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒക്കെ പോസിറ്റീവാണ്, ഒരേ ചാർജാണ്, പോസിറ്റീവ് ആവണമെന്നില്ല. അപ്പോൾ ഒരേ ചാർജുകളാണെങ്കിൽ, ഐ മീൻ സൈന് സെയിം ആണെങ്കിൽ റിപ്പൽഷൻ ആയിരിക്കും. അപ്പോൾ ഈ സെൻട്രോയിഡിൽ വെച്ച ചാർജിൻ്റെ ഫോഴ്സാണ് നമ്മൾ നോക്കുമ്പോൾ ഈ സ്മോൾ ക്യൂ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും, ഈ സ്മോൾ ക്യൂ അങ്ങോട്ട് റിപ്പൽ ചെയ്യും. അതേപോലെ ഇവിടെയുള്ള സ്മോൾ ക്യൂ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ നോക്കൂ, 3 ഫോഴ്സുകളുടെയും ഡയറക്ഷൻ കിട്ടി. ഇനി ഞാൻ ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നോക്കുമ്പോൾ Q1 Q2 ഇല്ലേ? ഇവിടെ Q × Q, ഇവിടെ Q × Q, ഇവിടെയും Q × Q. എല്ലാത്തിലും QQ എന്നുള്ള ആൾ സെയിം ആണ്. പിന്നെ ഈ കോർണറിന് സെൻട്രോയിഡുക്കുള്ള ദൂരം അതെല്ലാവർക്കും ഈക്വലാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെന്ന് അർത്ഥം. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. അപ്പോൾ ഈ ഫോഴ്സ് F ആണെങ്കിൽ ഈ ഫോഴ്സ് F ആണ്, ഈ ഫോഴ്സും F ആണ്. എന്നിട്ട് ഞാൻ ഈ 2 ഫോഴ്സ് എടുത്തിട്ട് ഇതിൻ്റെ റിസൾട്ടൻ്റ് കാണാം. നമുക്കറിയാം ഇക്വലാറ്ററൽ ആംഗിൾ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ബൈസെക്ടർ ആണ് ഈ പോണത്. അപ്പോൾ ഇവിടെ 30, ഇവിടെ 30, അപ്പോൾ ഇവിടെ 120 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ 120. ഈ ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 120. ഇതൊരു F ആണെങ്കിൽ ഇതും F ആണ്, ഇതും F ആണ്.
ഈ എഫും എഫും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ റിസൾട്ടൻ്റ് കാണാം √(a²+b² + 2ab cos θ). അങ്ങനെയാണെങ്കിൽ എഫ് ഉണ്ട് 120 ഉണ്ട് ആംഗിൾ അല്ലേ? √(f² + f² + 2f² × 120 എന്നാണ് ആൻസർ വരിക. ഈ കോസ് 120 എത്രയാണെന്നറിയോ? -1/2 ആണ്. എത്രയാണ്? -1/2. അപ്പോൾ ഞാൻ ആ രീതിയിൽ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിരുന്നു. ഇല്ല, നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് √(f² + f² - 2f² × 1/2 എന്നാണ് വരിക. അപ്പോൾ ആ 2 കട്ട് ചെയ്ത് പോയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എഫ് എന്ന ആൻസർ വരിക. ഈ എഫിൻ്റെയും റിസൾട്ടൻ്റ് എത്ര? എഫ് തന്നെ കിട്ടും. അതിൻ്റെ കാരണം ഇതിനിടയിൽ 120 വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് എഫ് മുകളിലോട്ടും ഈ എഫ് താഴോട്ടും വരും. അപ്പോൾ ആ എഫും ഈ എഫും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് ടോട്ടൽ ഫോഴ്സ് എന്താവും? 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവിടുത്തെ ഫോഴ്സ് വരുന്നത് 0. ഇതാണ് ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ വെക്ടർ പ്രകാരം എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് പോകണം. എഫ് ഇങ്ങോട്ട് എഫ് നമ്മൾ ആ പാരലലോഗ്രാം തിയറം പ്രകാരം ഇക്വേഷൻ കൊടുത്താണ്. ആ എഫും ഈ എഫും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി ടോട്ടൽ ഫോഴ്സ് ഇതും എത്രയാണ്? 0 ആയിരിക്കും. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂളംസ് ലോ പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു രീതിയിലാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഇലക്ട്രിക് ഫീൽഡാണ്.